നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. UDFിൻ്റെയും BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും എതിർപ്പ് തള്ളി ഹിന്ദു സമുദായ സംഘടനാ പ്രതിനിധികളെ അണിനിരത്തി സർക്കാർ ആഗോള അയ്യപ്പ സംഗമം വിജയിപ്പിച്ചു. ഇനി അറിയേണ്ടത് അയ്യപ്പ സംഗമം വോട്ടാകുമോ എന്നതാണ്. കേരളത്തിലെ സംഘപരിവാറുകാരെ തള്ളി നരേന്ദ്രമോദിയുടെ പിൻഗാമി എന്നുപോലും കാണുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയ്യപ്പ സംഗമത്തിന് ആശംസ അറിയിച്ചു. മന്ത്രി VN വാസവൻ തന്നെ ആ കത്ത് വായിച്ചത് കേരള BJPക്കുള്ള മറുപടി കൂടിയായിരുന്നു. ഹിന്ദുക്കളുടെ കുത്തക തങ്ങൾക്കാണെന്ന് അവകാശപ്പെടുന്ന സംഘപരിവാർ സംഘടനകളെ ആകെ മറുപക്ഷം നിന്നിട്ടും പ്രധാന ഹിന്ദു സമുദായ സംഘടനകളെല്ലാം സംഗമത്തിൽ പങ്കെടുത്തു. ശബരിമല യുവതീ പ്രവേശന വിവാദ കാലത്ത് ഇടതുചേരിയുടെ നവോത്ഥാന നിലപാടിനൊപ്പം നിന്ന SNDPയും KPMSും അടക്കമുള്ള പ്രധാന സമുദായ സംഘടനകൾ മാത്രമല്ല, അന്ന് മറുചേരിയിൽ നിന്ന് സർക്കാരിനെ എതിർത്ത NSS പ്രതിനിധിയും യോഗത്തിലെത്തി. മകൻ തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന BDJS മറുപക്ഷം നിൽക്കുമ്പോഴും വെള്ളാപ്പള്ളി വേദിയിലേക്ക് എത്തിയത് മുഖ്യമന്ത്രിയുടെ കാറിലാണ്. സംഘപരിവാറിനൊപ്പമല്ല കേരളത്തിലെ ഹിന്ദു സംഘടനകളെന്ന രാഷ്ട്രീയ മറുപടിയാണ് ഇടതു സർക്കാർ നൽകിയത്. ഒപ്പം എല്ലാ കാലവും സമുദായ സംഘടനകളെ ഒപ്പം നിർത്തുന്ന UDFിനുള്ള മുന്നറിയിപ്പും. യുവതീ പ്രവേശന കാലത്തെ നവോത്ഥാന നിലപാടുകൾ മടക്കി പെട്ടിയിൽ വെച്ചോ എന്ന ന്യായമായ ചോദ്യമുയരാതെ സമ്മേളനം നടത്താനായെന്നതും സർക്കാരിൻ്റെ തന്ത്രപരമായ വിജയമാണ്. ശബരിമല വികസനമെന്ന അജണ്ട ഉയർത്തിയായിരുന്നു സർക്കാർ നീക്കം. അയ്യപ്പ വിശ്വാസികളെയും ഹിന്ദു സമുദായ സംഘടനകളെയും അണിനിരത്തിയ ഇടതു പാർട്ടികൾക്ക് ഇത് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് ശ്രീ ഗൗതമാണ്, കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, സർക്കാർ ഈ എതിർപ്പുകളെയൊക്കെ തള്ളിക്കൊണ്ട് പ്രധാനപ്പെട്ട ഹിന്ദു സമുദായ സംഘടനാ നേതാക്കളെ എല്ലാം അണിനിരത്തി അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തി. ഇത് ഇനി വോട്ടാക്കി മാറ്റാൻ സർക്കാരിന് കഴിയുമോ? കിരൺകുമാർ, നമസ്കാരം. നമസ്കാരം, പറയും. ഇത് ആദ്യം പറയാനുള്ള സമയം തരണം, എനിക്ക് കുറച്ച് കാര്യം പറയാം. പറഞ്ഞോളൂ, വേഗത്തിൽ പറയണം. ഇത് വിശ്വാസികളുടെ താല്പര്യത്തിന് തന്നെയാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നത്. വിശ്വാസികളോടൊപ്പം തന്നെയാണ് സർക്കാർ എല്ലാ കാലവും നിന്നിട്ടുള്ളത്. വിശ്വാസികളുടെ എല്ലാ വികസന കാര്യങ്ങൾക്കും തന്നെയാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് ഈ വിഷയത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ട് ഈ വിശ്വാസികളുടെ താല്പര്യം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വിശ്വാസികളുടെ താല്പര്യത്തിന് നമ്മൾ റഫറൻഡം വല്ലതും നടത്തിയിട്ടുണ്ട്. വിശ്വാസികൾക്ക് വ്യത്യസ്ത താല്പര്യങ്ങൾ കാണുമല്ലോ. അപ്പോൾ ആ വാക്ക് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ യുവതീ പ്രവേശനം അനുവദിക്കണം എന്ന് കരുതുന്ന വിശ്വാസികളും അനുവദിക്കേണ്ട എന്ന് കരുതുന്ന വിശ്വാസികളും ഒക്കെ ഇല്ലേ? അല്ല, കിരൺകുമാർ പറയുന്നത് കേട്ടു, ഇത് സർക്കാർ വോട്ടിന് വേണ്ടിയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അല്ലേ? അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെന്താണ്? എന്നാൽ അവിടെ രാഷ്ട്രീയം കാണിട്ടില്ല ഈ പരിപാടിയുടെ അടുത്ത്. ഇത് ഒരു രാഷ്ട്രീയ, അങ്ങനെ ഒരു അയ്യപ്പ വിശ്വാസികളെ സ്വന്തം പക്ഷത്തേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി കൂടിയല്ലേ ഇത്? ഇത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഇതാക്കി. പ്രതിപക്ഷത്തിന് എന്ത് അസുഖം പിടിച്ചു എന്ന് എനിക്കറിയുന്നില്ല. അതപ്പോ ഈ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം കിട്ടുന്നതാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ വേദിയിൽ എത്തിക്കുന്നതിനേക്കാളും വലുത്? അവർക്ക് രാഷ്ട്രീയ ജീർണതയാണ് സംഭവിച്ചത്. യോഗി ആദിത്യനാഥിൻ്റെത് അങ്ങനെയല്ല. ഇതിന് നേരായി ചിന്തിക്കുന്നവർക്ക് അതിൻ്റെതായ ഇതറിയാം. അല്ലാതെ പ്രതിപക്ഷത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പ്രതിപക്ഷത്തിന് ഇവിടുത്തെ BJP ഈ സർക്കാരിന്റെ പഴയ നിലപാടൊക്കെ മാറിയോ? ഇന്ന് അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം പോലും, നവോത്ഥാന നിലപാടുകളെ കുറിച്ച് ഒരു അക്ഷരം പോലും ആരും വേണ്ടിയില്ല. പഴയ കാര്യം എന്താണ്? നമ്മളിപ്പോ വിട്ടോ? പഴയത് എന്തിനാണ്? പുതിയത് ചിന്തിച്ചു പോകൂ. ശരി, ഓക്കെ. എന്നാലും ഗൗതത്തിന് അതിൽ മറുപടി പറയില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. ശ്രീ ഹരികൃഷ്ണനാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഹരികൃഷ്ണൻ ഒരു പത്തനംതിട്ടക്കാരൻ കൂടിയാണല്ലോ. കേരളത്തിലെ പ്രതിപക്ഷവും BJPയും ഒക്കെ എതിർത്തിട്ടും സർക്കാർ പ്രധാനപ്പെട്ട സമുദായ സംഘടനകളെല്ലാം, ഹിന്ദു സമുദായ സംഘടനകളെല്ലാം അണിനിരത്തി ഇന്നിപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയിരിക്കുകയാണ്. ഇത് CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗുണമായി മാറുമോ? സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇത് CPMന് ഗുണമാകാൻ പോകുന്നില്ല. ദോഷകരമായി തന്നെ ബാധിക്കും. ഇത് ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇങ്ങനെ സംഗമം പമ്പയിൽ ഇന്ന് അവർ സംഘടിപ്പിച്ചത്. സത്യത്തിൽ സാറേ, ഇത് അയ്യപ്പ സംഗമമല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് സംഗമമാണ്. ഈ പങ്കെടുത്ത വെള്ളാപ്പള്ളി നടേശനും സംഗീത് കുമാറും പുന്നല ശ്രീകുമാറും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാണോ? ഇത് അവർ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ഇവരൊക്കെ. ഈ പുന്നല ശ്രീകുമാറിന്റെയും ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഒക്കെ സംഗീത് കുമാർ NSSന്റെ പ്രതിനിധിയല്ലേ? സംഗീത് കുമാർ NSന്റെ പ്രതിയാണ്.
എന്തുകൊണ്ട് സുകുമാരൻ നായർ പങ്കെടുത്തില്ല? സുകുമാരൻ നായരുടെ പ്രതിനിധിയായിട്ടല്ലേ അവിടെ സംഗീത് കുമാർ പങ്കെടുത്തത്? സംഗീതകാരൻ സുകുമാരൻ NSSന്റെ നായർക്ക് തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റിന് സുകുമാരൻ നായർ അനുമതിയില്ലാതെ അവിടെ NSSന്റെ പ്രതിനിധിയായി പങ്കെടുക്കാൻ കഴിയുമോ? അതെ, സുകുമാരൻ നായർക്ക് എതിർപ്പുള്ളതല്ല അദ്ദേഹം സുകുമാരൻ നായർ കൂടെയുള്ള ആളിനെ വിടുമോ? അപ്പോൾ ആ സംഘടനയിൽ സുകുമാരൻ നായർക്ക് അത്രയ്ക്ക് പിന്നെ നിയന്ത്രണമില്ലാത്തൊരു സംഘടനയാണോ? അങ്ങനെയൊന്നും അല്ലല്ലോ. NSS അങ്ങനെ സംഘടനയല്ല. പക്ഷെ എന്നാലും എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ ഏതാവൊരു അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ അതിനൊരു ന്യായം പറയണം. ഇന്ന എന്റെ അഭിപ്രായം ഇങ്ങനെയാണ്, അതിനൊരു ന്യായമുണ്ട് എന്ന് പറയണം. കേരളത്തിൽ NSSന്റെ പ്രതിനിധിയുള്ളത് ഹിന്ദു സമുദായ സംഘടനകളെല്ലാം വന്നു, അവിടെ വന്നു. അപ്പോൾ ഹിന്ദുക്കളുടെ പൊതുവായ കണക്കാക്കാമെങ്കിൽ ഹിന്ദു സമുദായ സംഘടനകളുടെ എല്ലാം പ്രാതിനിധ്യം, അവരുടെ പിന്തുണ ഈ സർക്കാരിനാണെന്ന് പറയേണ്ടി വരില്ലേ? എല്ലാം പിന്തുണ ഈ സർക്കാരിനല്ല. ഇന്ന് എല്ലാ സമുദായ സംഘടനകളും ഇതിനെ പിന്തുണച്ചിട്ടില്ല. എല്ലാവരും ഒന്നും പിന്തുണച്ചെന്ന് നമുക്ക് പറയാൻ കേരളത്തിലെ സാധിക്കില്ല. പ്രധാനപ്പെട്ട അംഗസംഖ്യയിൽ കൂടുതൽ ഭൂരിപക്ഷമുള്ള ആളുകളുടെ സംഘടന 1 SNDP, 2 NSS, 3 KPMS, അത് തുടങ്ങി അങ്ങ് ഒരു കുറച്ച് ആളുകൾ മാത്രമുള്ള നിരവധി സംഘടനകൾ, 10-20 സംഘടനകളുടെ ലിസ്റ്റാണ് വായിച്ചത്. സാറേ, ഈ സമുദായ സംഘടന നേതാക്കന്മാർ പറഞ്ഞത് എല്ലാവരും അല്ല, അത് വേറെ കാര്യം. ഞാൻ അതല്ല ചോദിച്ചത്. സമുദായ സംഘടനകളുടെ നേതാക്കൾ പറഞ്ഞ വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അവരുടെയൊക്കെ പിന്തുണ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? അവരൊക്കെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് വോട്ടായി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഓക്കെ. ഓരോരുത്തരുടെ ഓരോ അഭിപ്രായം പറയാം. ശ്രീ എറണാകുളത്ത് നിന്ന് ശ്രീ രതീഷാണ്. രതീഷ്, എന്ത് തോന്നുന്നു? ഇങ്ങനെയൊക്കെ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് വഴി സർക്കാരിന് അങ്ങനെ ഒരു ഈ അയ്യപ്പ വിശ്വാസികൾക്കിടയിലും പൊതു ഹിന്ദു സമുദായങ്ങൾക്കിടയിലും ഒക്കെ അത്തരത്തിലേക്ക് അതിനെ ഒരു വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടോ? രതീഷ് മലയാണ്. ശരി, പറഞ്ഞോളൂ രതീഷ് മലയിൽ. ഇന്ന് ഞാൻ ഫുൾ ടൈം ചാനൽ കാണുന്നുണ്ടായിരുന്നു. ഇത് നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് അയ്യപ്പ സംഗമം. അത് സർക്കാർ നടത്തിയില്ല, ദേവസ്വം ബോർഡാണ് ശരിക്കും നടത്തിയത്. ദേവസ്വം ബോർഡ് നടത്തുമ്പോൾ എല്ലാ സർക്കാരിന്റെ എല്ലാ പ്രതിനിധികളെയും ഒക്കെ വിളിക്കും. സുരേഷ് ഗോപി MPയെയും വിളിച്ചിരുന്നു. സർക്കാർ നടത്തിയാലും ദേവസ്വം ബോർഡ് നടത്തിയാലും ഏകദേശം ഒരുപോലെയാണ്. സാങ്കേതികമായിട്ട് മാത്രമാണ് ദേവസ്വം ബോർഡ് ആവുന്നത്. സർക്കാർ തന്നെയാണ് നടത്തിയത് എന്ന് തന്നെയാണ്. സർക്കാർ തന്നെയാണ് ഇതിന്റെ തീരുമാനം എടുത്തതും പിന്നിൽ നിൽക്കുന്നതും എല്ലാം സർക്കാർ. അവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് സർക്കാരിന്റേതായ അല്ല, ദേവസ്വം ബോർഡ് നടത്തുന്നതാണെന്നാണ് പറഞ്ഞ. അത്ര വാച്യാർത്ഥത്തിലൊന്നും വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല നമ്മളാരും. സർക്കാരിന്റെ പരിപാടിയാണ് എന്നതിൽ അതൊരു ഒരു സാങ്കേതികം മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ പരിപാടി. ഇത് സർക്കാരിന്റെ പരിപാടി തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോ ഇത് നടത്തിയത് ഏതായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് അയ്യപ്പ വിശ്വാസി എന്നുള്ള നിലയിൽ. എന്നാൽ വോട്ട് കൂടുമോ എന്ന് ചോദിച്ചാൽ, നിലവിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദു സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് LDFൽ തന്നെയാണ്. ഇപ്പോഴും അരിവാൾ ചിറ്റ് കണ്ടാൽ മാറ്റി കുത്തല്ല എന്ന് പറയുന്ന ഒരുപാട് കാരണന്മാരെ എനിക്കറിയാം. ഹലോ, ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മഹേഷാണ് കൊല്ലത്തുനിന്നും. ശ്രീ മഹേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയും അതിൽ ഈ സമുദായ സംഘടനാ പ്രതിനിധികളെല്ലാം എത്തിക്കുകയും ചെയ്തത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് നേട്ടമാവാൻ സാധ്യതയുണ്ടോ? നമസ്കാരം കിരൺ. നമസ്കാരം. ഒരു കാരണവശാലും വോട്ടാവത്തില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഇതിന്റെ സത്യാവസ്ഥ പൂർണ്ണമായിട്ട് ബോധ്യമുള്ളതാണ്. ഇവര് കഴിഞ്ഞ തവണ എടുത്ത നിലപാട് എന്തോ ആണെന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ട. ഇവർക്കിപ്പം ഈ ഹിന്ദു സമുദായത്തിന്റെ വോട്ട് വേണം. അതിനു വേണ്ടിയുള്ള ഒരു കപട ഭക്തിയാണ് ഇപ്പൊ നടക്കുന്നത്. അതിനാണ് ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനം നടത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പൊ ഈ ചെയ്തു കൂട്ടുന്നത്. നേരത്തെ അല്ലാതുള്ള ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. അത് ഇനി കിട്ടത്തില്ലെന്ന് ഉറപ്പായപ്പോൾ അടുത്ത ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് കടന്നത്. ഇനി ഹിന്ദു വോട്ടുകൾ കൊണ്ടുവന്നിട്ട് വേണം ഇനി അടുത്ത ഭരണം പിടിക്കാൻ. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അയ്യപ്പ സംഗമം. അയ്യപ്പ സംഗമം നടന്നു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് വേദിയിലിരുന്ന ശൂന്യമായിട്ടിരിക്കുന്നത് നമ്മളെല്ലാരും ശൂന്യമായിരുന്നില്ല. അയ്യപ്പ സംഗമത്തിന്റെ അവിടെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും പുറകിൽ കുറച്ച് സീറ്റുകൾ ആ തുടക്ക സമയത്ത് ഒഴിഞ്ഞു കിടന്നതെന്ന് കരുതി അവിടെ ഈ പറയുന്ന 3500 പേര് വരും എന്ന് പറഞ്ഞാൽ ഏകദേശം അത്രത്തോളം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഏത് വേദിയിലും കുറച്ച് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ചില ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കാം. അവിടെ തിരിച്ചുമുള്ള ഫോട്ടോകൾ ആവശ്യം പോലെ കിടപ്പുണ്ട്. അല്ല, അത് വേദി ഇപ്പൊ ശൂന്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം കഴിയുമ്പോൾ തന്നെ ആളുകളെല്ലാം പോയി. അതൊക്കെ സ്വാഭാവികമല്ലേ? 3 സെമിനാറുകൾ നടക്കില്ലേ? ആ സെമിനാർ നടക്കുന്നിടത്തൊക്കെ ആളുകൾ പോയില്ലേ? അല്ല, അത് സ്വാഭാവികം ആയിക്കോട്ടെ. എന്നാലും ഞാൻ പറഞ്ഞതാണ്, അത് സർക്കാരിന്റെ ഒരു അത് കാപട്യമായിട്ടുള്ള ഒരു നാടകമാണ്. എന്താണ് ഇതിൽ കാപട്യം? താങ്കൾ എന്താണ് പറയുന്നത്? എന്താണ് കാപട്യം? അത് പറയും. കാപട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച് കൊണ്ടുവന്ന് വീണ്ടും തുടർഭരണം എങ്ങനെയെങ്കിലും ഉറപ്പിക്കാനുള്ള ഒരു അല്ല, അപ്പൊ അതിനുവേണ്ടി ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത്? അവരല്ലാതെ മോശപ്പെട്ട ഒരു വർഗീയത പറയുകയല്ലോ ചെയ്യുന്നത്. അവർ ശബരിമലയുടെ വികസനം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകളുടെ അല്ലെങ്കിൽ കേരളത്തിന് പൊതുവായിട്ടുള്ള ഒരു വികാരം കൂടിയാണ് ശബരിമല. അപ്പോൾ അതൊരു നല്ല കാര്യം ചെയ്ത് അവർ വോട്ട് പിടിക്കാൻ നോക്കുന്നതിനെ എന്തെങ്കിലും വർഗീയത പറഞ്ഞു അല്ലെങ്കിൽ അത്തരം മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു? ഇല്ലല്ലോ. ഇല്ല കിരണം, മോശമായിട്ട് ഞാൻ പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നല്ല കാര്യം ഭക്തി മനസ്സിൽ തട്ടി. ഇപ്പൊ എനിക്കായാലും കിരണായാലും നമ്മൾ ഉള്ളുകൊണ്ട് ഈശ്വരനെ വിളിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ മനസ്സിലായ യഥാർത്ഥ ഭക്തി വേണം.
അല്ലാതെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം അവർ കഴിഞ്ഞ തവണ ഇവർ ഈ കാണിച്ച അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്ന 90% പേരും സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി പോകുന്നവരല്ലേ, അല്ലാതെ എല്ലാവരും അല്ലല്ല കഴിഞ്ഞ കാലത്തെ നിലപാട് എന്താണ് ചേർന്ന് അവർ എടുത്തിരിക്കുന്നത്? ശബരിമല കഴിഞ്ഞ കാലത്ത് നിലപാട് എന്തായിരുന്നു കുഴപ്പം? യുവതികളെ പ്രവേശിച്ച് അന്നുണ്ടായിരുന്ന സുപ്രീം കോടതി വിധിയുടെ ഇവിടെ എല്ലാവരും എല്ലാ നിയമങ്ങളും പാലിച്ചാണ് ഇവർ നടത്തുന്നത്. അല്ല, ആ നിലപാടിലൊന്നും ഇപ്പോഴും മാറ്റം വന്നിട്ടില്ലല്ലോ. ഇപ്പോഴും മാറ്റം പറ്റുന്നത് ഇപ്പൊ ഇവര് യുവതികളെ പ്രവേശിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾക്ക് ഇവർ സപ്പോർട്ട് കൊടുക്കൂ. ഇപ്പോഴും മാറ്റവും സർക്കാർ അത് കോടതിയുടെ പരിഗണന കേസ് വയ്ക്കുന്നുണ്ട്, അവർ അതിൽ ഇടപെടുന്നില്ലെന്നല്ലേ ഉള്ളൂ. അവർ മാറ്റം വരുത്തിയായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അവര് മാറ്റം വരുത്തുന്നുമില്ല. അവര് അന്നത്തോടു കൂടി പരിപാടി അവർക്ക് മനസ്സിലായി, അവർക്ക് തിരിച്ചറിയാവുന്നു. അതുകൊണ്ടാണ് അവരത് നയത്തിലങ്ങ് ഒതുക്കിയത്. ഇപ്പൊ നടക്കുന്നതും ഈ ഭക്തി കൂടുതൽ ഹിന്ദുക്കളുടെ വോട്ട് മേടിക്കാനല്ലേ അവർ ഈ കാണിക്കുന്നത്. ശരി, ഓക്കെ. എന്തായാലും മഹേഷിന്റെ അഭിപ്രായം അങ്ങനെ നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കളെ BJPക്ക് വേണ്ടിയൊക്കെ സംഘപരിവാറിന് വേണ്ടി ഉറച്ചു വാദിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ. കേരളത്തിലെ ഈ സർവ്വ സംഘപരിവാർ സംഘടനകളും BJPക്കാരും എല്ലാം തലയും കുത്തി നിന്ന് തീർത്തിട്ടും ഈ മോദിയുടെ പിൻഗാമിയാണെന്നൊക്കെ വരാൻ വരെ സാധ്യതയായി കൽപ്പിക്കപ്പെടുന്ന യോഗി ആദിത്യനാഥ് ഇതിന് ആശംസ അറിയിച്ചുകൊണ്ട് സന്ദേശം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യോഗി യഥാർത്ഥത്തിൽ വെട്ടിക്കളഞ്ഞത് കേരളത്തിലെ ഈ സംഘപരിവാർ സംഘടനകളെ BJPയൊക്കെ ആണോ? സാർ നമസ്കാരം. നമസ്കാരം. യോഗിയുടെ രാഷ്ട്രീയവും BJPയുടെ രാഷ്ട്രീയവുമാണോ അവിടെ സംസാര വിഷയം? അതും പ്രധാനമാണല്ലോ. ഒരു വോട്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അത് BJPക്ക് ശബരിമല സുവർണാവസരമായി കണ്ട ഒരു പാർട്ടി BJP ആണല്ലോ. മറ്റുള്ളവരൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായി കണ്ടപ്പോൾ അതിനെ സുവർണാവസരമായി കണ്ട പാർട്ടി BJP ആണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു ചോദ്യം BJP അനുഭാവിയായ ഒരാളോട് ചോദ്യം വരില്ലേ? ഹലോ, പറഞ്ഞോളൂ. ഉത്തർപ്രദേശിലെ ബഹുമാനിയായ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് കേരള മുഖ്യമന്ത്രി ഇത്രക്ക് പ്രിയപ്പെട്ടത് എപ്പം മുതലാണെന്ന് ഞങ്ങൾക്ക് വളരെ സംശയമുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അംഗീകരിച്ചതിൽ ആദ്യം കേരള മുഖ്യമന്ത്രിക്കും വാസവനും നന്ദി അറിയിക്കുക. പിന്നെ ഒരു കാര്യം, ഭക്തരുടെ വോട്ട് നേടാമോ എന്നുള്ള ധാരണയിലാണ് ഇവർ ഈ സംഗമം നടത്തിയതെങ്കിൽ അത് കേരളത്തിൽ വിലപ്പോവില്ല സാർ. കാരണം അനുഭവത്തിൽ നിന്നാണ് പാഠം. ഞാൻ പഠിച്ചത് അങ്ങനെ, അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. അനുഭവിച്ച ഭക്തന്മാർക്കറിയാം ഞങ്ങൾ ഏതൊക്കെ മേഖലയിൽ ശബരിമലയിൽ ഞങ്ങൾ ഏതൊക്കെ രൂപത്തിൽ ഞങ്ങളെ പീഡിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് ശബരിമലയിൽ ഏറ്റവും സുഗമമായ കഴിഞ്ഞ ഒരു 10-20 വർഷം എടുത്താൽ ശബരിമലയിൽ ഏറ്റവും സുഗമമായ രീതിയിൽ തീർത്ഥാടനം പൂർത്തിയായത് കഴിഞ്ഞ വർഷമാണ്. കാര്യമായ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ എല്ലാ ഭക്തരും വന്ന ഭക്തരൊക്കെ അവർക്ക് അധികം ക്യൂവിൽ നിൽക്കാതെ അവർക്ക് കൃത്യമായി ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോകാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കിയ ഒരു കാലമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അത് സാറോ സാറിന്റെ ചാനലോ ഞാനോ തീരുമാനിക്കേണ്ടതല്ല. യഥാർത്ഥ ഭക്തരായ അവിടെ നോമ്പ് നോറ്റ് മല കയറിയ ഭക്തന്മാരാണ് സാർ തീരുമാനിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥ ഭക്തന്മാർ അവിടെ പ്രയാസങ്ങൾ ഏത് രൂപത്തിൽ അനുഭവിക്കുന്നത്. ശബരിമലയുടെ വികസനത്തിൽ യഥാർത്ഥ ഭക്തന്മാർക്ക് താല്പര്യമില്ല എന്നാണോ? ശബരിമല ഇതാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് 6 മാസം ബാക്കിയുള്ളപ്പോൾ ചെയ്യണ്ടാലോ? വൈകിയാണ് ചെയ്യുന്നതല്ലേ? 2 വർഷം മുമ്പോ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഇത് വോട്ടാവും എന്നുള്ള ധാരണ സാറിന്റെ ചാനലിനോ സാറിനോ ഉണ്ടെങ്കിൽ, ഇനി ഇടതുപക്ഷ മുന്നണിക്കോ ഉണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ്. പിന്നെ ഈ ഭക്തരുടെ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ശബരിമല വിശ്വാസികളുടെ വോട്ട് ഏത് പാർട്ടിക്ക് കിട്ടാനാണ് സാധ്യത? അല്ല, അത് വോട്ടർമാരുടെ മനസ്സിലിരിക്കുന്ന കാര്യമല്ലേ സാർ. സാറിപ്പോ ഒരു കാര്യം പറഞ്ഞു, ഈ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം BJP ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഹിന്ദുക്കൾക്ക് അറിയാം സാർ. അതെങ്ങനെയാണ് ഹിന്ദു ഐക്യവേദി പറയുന്നിടത്ത് അല്ല ഹിന്ദുക്കൾ എന്നുള്ളതിന്റെ വ്യക്തമല്ലേ? ഹിന്ദു ഐക്യവേദി നിന്ന് എതിർത്തിട്ടും എല്ലാ ഹിന്ദു സംഘടനകളും അവിടെ പങ്കെടുത്തില്ലേ? ഹിന്ദു സംഘടനകൾ എന്ന് പറയാവുന്ന സംഘടനകളെല്ലാം അവിടെ പങ്കെടുത്തു. സംഘപരിവാറുകാരാണ് പങ്കെടുക്കാതിരുന്നത്. ഹിന്ദു സംഘടനകളെല്ലാം അവിടെ പങ്കെടുത്തു. ഹിന്ദു സംഘടനകളുടെ അണികൾ അവിടെ പങ്കെടുത്തു സാർ. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സങ്കുച താല്പര്യത്തിന് വേണ്ടി അവരെ നേതാക്കന്മാർ പോയിട്ടുണ്ട്. യഥാർത്ഥ ഭക്തന്മാരതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ബാലകൃഷ്ണന്റെ ചോദ്യം അതല്ല. ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞത് ഹിന്ദു ഐക്യവേദി, ഞാൻ പറഞ്ഞ വാചകം വെച്ചാണല്ലോ താങ്കൾ പറഞ്ഞത്. ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹിന്ദുക്കളുടെ കുത്തവകാശം അവകാശപ്പെടുന്ന സംഘടനകൾ എല്ലാം എതിർത്തിട്ടും ഹിന്ദു സംഘടനകളെല്ലാം, ഈ മറ്റേത് സംഘപരിവാർ സംഘടനകളാണല്ലോ, സംഘപരിവാർ സംഘടനകൾക്കൊപ്പമല്ല ഹിന്ദു സംഘടനകൾ എന്ന് വ്യക്തമായില്ലേ ഇന്നത്തെ യോഗത്തോടെ? അതല്ല സാർ, ഹിന്ദുക്കളുടെ കുത്തവകാശം ഹിന്ദു ഐക്യവേദിക്കാന്ന് ആര് പറഞ്ഞു സാർ? സാറും സാറിന്റെ ചാനലും പറയുന്നതല്ലേ? അല്ല, പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിൽ ഹിന്ദുവിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ട് ഹിന്ദു ഐക്യമുന്നണി. അത് സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ ഹിന്ദു സംഘടനകൾ ആരും അത് അംഗീകരിക്കുന്നില്ല. ഹിന്ദു ആരാ സാർ? അവിടെ ഇന്ന് അണിനിരുന്ന ആരൊക്കെയാണ്? SNDP, MSS, KPMS തുടങ്ങി അവിടുത്തെ ഹിന്ദു സമുദായത്തിലെ ബഹുഭൂരിപക്ഷം സംഘടനകളിലെയും പ്രതികൾ വന്നോടെ. സാർ, ഞാൻ ചോദിക്കുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ ഹിന്ദുവിന് ഒരു പ്രശ്നം വന്നാൽ സഹായിക്കുന്ന ആരാണെന്ന് ഹിന്ദുക്കൾക്ക് അറിയാം സാർ. ഭക്തർക്കറിയാം സാർ. ഭക്തർക്കറിയാം.
അത് ആരാണ് ബാലകൃഷ്ണൻ? കേരളത്തിലെ ഭക്തിയുള്ള കൂടുതൽ താങ്കൾ- ആളുകൾ വോട്ട് ചെയ്യുന്നത് കേരളത്തിലെ LDF-നും UDF-നുമാണ്. അപ്പോൾ അത് ആ രണ്ട് പാർട്ടികൾക്കാണ് കൂടുതൽ ഭക്തർ വോട്ട്. അതുകൊണ്ടാണ് കേരളത്തിലുള്ള ജനങ്ങളിൽ 90% പേരും ഭക്തരാണ്, ഏതെങ്കിലുമൊക്കെ മതവിശ്വാസികളാണ്. ആ വിശ്വാസികളൊക്കെ വോട്ട് ചെയ്യുന്നത് CPM-നോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഒക്കെയാണ് വോട്ട് ചെയ്യുന്നത്. അത് ഒരു മുന്നണിയല്ലേ സാർ, ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണിയായിട്ടല്ലോ കേരളത്തിൽ മത്സരിക്കുന്നത്. അത് അധികാരം അടമലിക്കല്ലേ സാർ, വോട്ടർമാരെ ബാലകൃഷ്ണൻ കബളിപ്പിക്കുന്നതല്ലേ. ശരി, ഓക്കെ. ബാലകൃഷ്ണൻ അറിയാൻ ഇന്ത്യ വയ്യാത്തതുകൊണ്ടല്ല, മുന്നണിയാണ്. ബാലകൃഷ്ണൻ ന്യായം പറയാനില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഇന്ത്യ പറയാം. മുന്നണി എനിക്കെന്താ ന്യായം കുറവ് സാർ? ശരി, ഹിന്ദുക്കൾക്ക് ഒരു ഓക്കെ. പ്രശ്നം വന്നാൽ ഹിന്ദു മുന്നണി തന്നെ ഉണ്ടാവും. ശരി, ഓക്കെ. വേറെ ശ്രീ ആരും ബിനോയാണ് ഉണ്ടാവില്ല. കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അവിടേക്ക് ഹിന്ദു സമുദായ സംഘടനകളെല്ലാം എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞു, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ UDF എതിർത്തു, ബാക്കി BJP അടക്കമുള്ള സംഘടനകളൊക്കെ എതിർത്തു. അപ്പോഴും ഹിന്ദു സമുദായ സംഘടനകളൊക്കെ നിൽക്കുന്നത് സർക്കാരിനൊപ്പമാണ് എന്നല്ലേ? അല്ല, സർക്കാരിനോടൊപ്പം വെള്ളാപ്പള്ളിയെയും NSSന്റെയും ഒരു തുച്ഛമായ ലീഡർഷിപ്പിലുള്ള ഒന്നോ രണ്ടോ പേര് ഈ സർക്കാരിന് വിളിച്ചോണ്ട് വരാൻ പറ്റി. പക്ഷേ ഒരു കാര്യം പറയാം, 4245 രജിസ്ട്രേഷൻ നടന്നെടുത്ത് 623 പേർ, നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയാണെന്ന് തോന്നുന്നു അതിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നത്, 623 പേര് മാത്രം വന്നത്. അതായത് സർക്കാരിന്റെ ഈ നടക്കുന്ന അങ്ങനെ ഇല്ല ശ്രീ ബിനോയ്, അവിടെ ആളുകളുടെ കുറവൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ കാര്യമായ. രാവിലെയൊക്കെ സ്റ്റേജിൽ സദസ്സിൽ നിറയെ ആളുകൾ തന്നെയായിരുന്നു. പിന്നെ കിരൺ അങ്ങനെ പറയരുത്. അങ്ങനെ തന്നെയാണ് പറയുന്നത് ബിനോയ്. അവിടെ ഒരു വേദിയുടെ ഏറ്റവും പുറകിലെ കുറച്ച് കസേര കാണിച്ച് തുടക്കത്തിൽ കസേരയിൽ ആളില്ലായിരുന്നു എന്ന് ആ മുൻവശത്ത് നിന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ടെടുത്ത ഒരുപാട് ഫോട്ടോയും വീഡിയോയും ഒക്കെ ഉണ്ട്. താങ്കൾക്കത് കാണാം. ഞങ്ങളുടെ ചാനലിൽ തന്നെ വേണമെങ്കിൽ അത്തരം ദൃശ്യങ്ങൾ കാണാം. നിങ്ങളത്ര ചാനലിലല്ല, ഓൺലൈനായിട്ട് സ്ക്രീൻഷോട്ട് ഞാനിപ്പോ ശ്രീ ബിനോയ്, അത് തുടക്കത്തിൽ ഇതിന്റെ തുടക്ക സമയത്ത് ആളുകൾ താമസിച്ചിരുന്ന പമ്പയിലല്ല, ഒരുപാട് ദൂരെ പത്തനംതിട്ടയും പന്തളത്തും ഒക്കെയാണ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ആളുകൾ എത്താൻ താമസം ഉണ്ടായി, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അവിടെ എത്താനുള്ള ആളുകളൊന്നും എത്തിയില്ല, ആളില്ലാത്ത കസേരയായിരുന്നു എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അല്ല കിരണ, ഈ നാട്ടിൽ എല്ലാത്തിനും ഒരു കണക്കും കാര്യങ്ങളിലെ 4245 പേര്. ഞാനിത് വെറുതെ ശൂന്യത എന്ന് പറയുന്ന കണക്കല്ല, 4245. അതല്ല, എന്തായാലും ആളില്ലാത്ത അല്ലല്ലോ ഇവിടെ വിഷയം. ആളിനെ ഇല്ലാത്ത അവസ്ഥയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, അതല്ലല്ലോ വിഷയം. രാഷ്ട്രീയമായി താങ്കളുടെ പാർട്ടിക്ക് കോൺഗ്രസിന് എതിർത്ത അഭിപ്രായം പറഞ്ഞിട്ടും ഇത്രയും കാലം ഒപ്പം നിന്ന ഒരു സമുദായ സംഘടനയെ പോലും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ കഴിയില്ല. അത് ഞങ്ങൾ സമുദായ സംഘടനകളോടത്ത് നിങ്ങൾ പോവരുതേ, ഇത് പ്രശ്നം അങ്ങനല്ല. ഞാൻ കാര്യം പറയട്ടെ കിരണ, ഇത് ശ്രദ്ധിച്ച് കേൾക്കും ഞാൻ പറയുന്നത്. 4245 രജിസ്ട്രേഷൻ നടന്നെന്ന് കിരൺ അറിയാവോ? അല്ല, ആ രജിസ്ട്രേഷൻ എല്ലാവരെയും ക്ഷണിച്ചിട്ടില്ലല്ലോ. ആദ്യം വന്ന 3000-3500 പേരെയല്ലേ ക്ഷണിച്ചത്. 4245 രജിസ്ട്രേഷൻ നടന്ന് സർക്കാർ തന്നെ പറയുകയല്ലേ. ഇല്ല ബിനോയ്, ഞാൻ അത്ര കണക്കുകളിലേക്ക് ഇപ്പൊ തൽക്കാലം എന്തായാലും പോകുന്നില്ല. കണക്കിന്റെ എണ്ണം വേണമെങ്കിൽ താങ്കൾക്ക് ഇന്നത്തെ പത്രത്തിലും ഓൺലൈനിലും ഒക്കെ കിടപ്പുണ്ട്. എത്ര പേരെ ക്ഷണിച്ചത് അയച്ചു തരാം. 623 ബിനോയ്, അതൊരു വിഷയമേ അല്ല. ഇനി 1000 പേരെ വന്നുള്ളതിരിക്കട്ടെ, ആ വേദിയാണ് താങ്കൾ നോക്കേണ്ടത്, അല്ലാതെ സദസ്സിലിരിക്കുന്നയാളുടെ എണ്ണം ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ആ വേദിയിൽ കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സമുദായ സംഘടനകളുടെയും നേതാക്കളുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അല്ല, വേദിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ വേദിയിൽ ആളില്ല. തൊഴാൻ വന്നവരെ ലാസ്റ്റ്, അവിടെ അയ്യപ്പനെ കണ്ട് തൊഴാൻ വന്നവരെ ലാസ്റ്റ് അവരെ റിക്വസ്റ്റ് ബിനോയ്, ചുമ്മാ അവിടെ വരുന്ന ആളുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ പാർട്ടിക്കാർ പറഞ്ഞിട്ട് ഒരാൾ പോലും എല്ലാവരും അവിടെ പോയി അവിടെ എല്ലാ സംഘടനകളും പങ്കെടുത്തപ്പോൾ കോൺഗ്രസിന്റെ കൂടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പറഞ്ഞിട്ട് ഒരു സംഘടന പോലും പോകാതിരുന്നില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നില്ല. അയ്യപ്പ സംഗമം CPM-ഉം CPM നടത്തിയതാണ്. CPM-ഉം സർക്കാരും നടത്തിയാൽ ജനങ്ങൾക്കും, അതായത് അതിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്കും വിശ്വാസമില്ല. അവർ നടത്തുന്ന ഇതിനോട് വിശ്വാസത. ഇപ്പൊ ഞാനൊരു ചാനലിൽ കണ്ടോണ്ടിരിക്കുക, അതിനകത്ത് ആളില്ല. പരാജയമാണ്. മുരളിയാണ്. ഇതേ മുരളിയിലേക്ക് കടക്കും മുമ്പ് ചില കമന്റുകൾ കൂടി വായിക്കുന്നുണ്ട്. ഷിജു കിരിയത്ത് പറയുന്നു, സന്ദേശം മൂവി എൻലോഡഡ് ആൻഡ് റിലീസ് ഇൻ 2025 ത്രൂ ദിസ് എന്ന് പറയുന്നു. അക്രമം നടത്തിയ BJP-ക്കാരെ അറസ്റ്റ് ചെയ്യുക എന്ന് മോഹൻ പറയുന്നു. വോട്ട് അല്ല മാറില്ല എന്ന് മനോജ് പറയുന്നു. മോഹനൻ BJP വെട്ടിലായി എന്ന് പറയുന്നു. Hey bro, so much money spent for concept. That money should use for the development of ശബരിമല. അതെങ്ങനെയാണ് ശ്രീ കാക്കരാട്ട്? ഒരു സെമിനാറുകളും ഒക്കെ നടത്തുന്ന പണം, ഈ പണം കൊണ്ട് ശബരിമല വികസനത്തിന് വല്ലോ? ശബരിമല എങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ വേണമെന്നത് പല ആളുകളുമായി ചർച്ച നടത്തി, സെമിനാറുകൾ നടത്തി, വീണ്ടും ചർച്ച നടത്തി, അതിന് സർക്കാർ തലത്തിൽ ഒരുപാട് യോഗങ്ങളൊക്കെ നടത്തി, അങ്ങനെയൊക്കെ തീരുമാനിക്കട്ടെ. അതിന് ചിലവാക്കുന്ന പണമെല്ലാം മോശപ്പെട്ടതാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതൊരു ശരിയായ കാഴ്ചപ്പാടല്ല. അവിടെ സെമിനാറിൻ്റെ അടുത്ത് എന്ത് ആൾക്കാരാണ്
അതെന്ത് മനസ്സിലാവുന്നില്ല. പന്തലിൽ 1500 പേരെ തേക്കാൻ കഴിയാത്തവരെന്ന് മോഹൻ ES പറയുന്നു. അതോടൊപ്പം തന്നെ ഷാജി ഭാസ്കരൻ പറയുന്നു മഹേഷിന് സഹിക്കില്ല. ഭക്തിയും വിശ്വാസവും ആരുടെയും കുത്തവകാശമാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തും പറയാമെന്ന് ശിവൻകുട്ടി CR പറയുന്നു. നോ ചാൻസ് ഫോർ റിലീജിയസ് കോൺഫ്ലിക്ട്സ് ഇൻ കേരള, സോ സംഘപരിവാർ ടീംസ് ആർ അപ്സെറ്റ് എന്ന് പറയുന്നു ഷിജു കിരിയത്ത്. എത്ര സ്റ്റേറ്റിൽ നിന്ന് പ്രതിനിധികളെ കൊണ്ടുവരാൻ പറ്റിയെന്ന് പറയാമോ എന്ന് സുൽകുമാർ ചോദിക്കുന്നു. ഗൗതം M പറയുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ എന്താ അസംബന്ധമാണ് വിളിച്ചു പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. യഥാർത്ഥ ഭക്തർ പങ്കെടുത്തിരുന്ന കപട ഭക്തരല്ല. വൃത്തിയായി മലയാളം എഴുതുക ശ്രീ. എന്തായാലും കഴിഞ്ഞ വർഷം തീർത്ഥാടനം സുഗമമായെന്ന് താങ്കൾ പറഞ്ഞു. ശരി, ആളുകളുടെ എണ്ണം കുറച്ചാൽ ആർക്കും അത് സാധ്യമാവും. അത് കഴിയില്ല. ആളുകളുടെ എണ്ണം കുറച്ചത് ചരിത്രത്തിൽ ആദ്യമാണ് എന്ന് പറയുന്നു. കിരൺജി, താങ്കൾ എത്ര വിളിപ്പിച്ചാലും വിളിക്കില്ല, താങ്കൾ പറയുന്നത് മാത്രം ശരിയെന്ന് കരുതരുത് എന്ന് സുൽകുമാർ പറയുന്നു. ഞാൻ വിളിപ്പിക്കാനൊന്നുമില്ല, എന്തായാലും ഞാൻ പറയുന്നത് മാത്രം ശരിയെന്ന് ഒരിക്കലും എനിക്കങ്ങനെ ഒരു വിശ്വാസമില്ല. കേരളത്തിലെയും ലോകത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് മാനവികതയിൽ ഊന്നിയുള്ള ജീവിത ദർശനങ്ങളും സാഹോദര്യത്തോടെയുള്ള ആഘോഷങ്ങളും തന്നെയാണെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. അവതാരകൻ CPM-ന് വേണ്ടി കുഴൽ ഊത്തരുത് എന്ന് പറയുന്നു ദിനേശ് VK പറയുന്നു. ശബരിമലയെ BJP ദത്തെടുക്കണ്ട എന്ന് മോഹൻ പറയുന്നു. അയ്യപ്പ സംഗമം കൊള്ളയടിക്ക് വേണ്ടിയാണ്, എല്ലാ സീറ്റും കാലിയാണെന്ന് ജയകുമാർ പറയുന്നു. എന്തായാലും അങ്ങനെ ചില അഭിപ്രായങ്ങളൊക്കെ വന്നു. ശ്രീ ഇതേ മുരളി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അയ്യപ്പ സംഗമല്ലേ വിഷയം? അതെ. സ്വാമി ശരണം, സ്വാമി ശരണമയ്യപ്പ. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഇത് CPM-മാര് മനസ്സിൽ തട്ടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവര് കാട്ടിക്കൂട്ടുന്നതൊക്കെ ശരിയാണെന്ന് ജനം ഒന്ന് വിശ്വസിച്ചാണ്. ഞാൻ അതിലോട്ട് കൂടുതൽ കടക്കുന്നില്ല. ഈ പോയിന്റിലേക്ക് വരാം. ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോ CPM-മാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ ഒരു പറച്ചിലുണ്ട്, അത് ഞാൻ പറയുന്നില്ല. CPM-മാരുടെ കറി കൊള്ളാം, പക്ഷേ അത് ഞങ്ങളുടെ ഇലയെ വിളമ്പണ്ട. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ കാട്ടിക്കൂട്ടിയ കൊള്ളിരായ്മകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. എന്ത് കൊള്ളരുതായ്മയാണ് അവിടെ കാണിച്ചത്? സ്ത്രീകളെ ഒരുക്കിയെടുത്തോണ്ട് വന്ന് പോലീസുകാരുടെ ഹെൽമറ്റ് വെച്ച് ആൾമാറാട്ടം നടത്തി കേറിപ്പോയി അവിടെ കൊണ്ടുചെന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിന് മറ്റൊരു യാഥാർത്ഥ്യം ഞാൻ സാറിന് മനസ്സിലാക്കാം. ഇത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആ നടപടി പിൻവലിച്ചതെന്ന്. കാര്യം, പമ്പയിൽ നിന്ന് സന്നിധാനം വരെ കയറി ചെല്ലണമെങ്കിൽ എത്ര സ്പീഡിൽ നടന്നാലും 1 മണിക്കൂർ എടുക്കും. അത്രയും സ്പീഡിൽ നടന്ന് 1ഉം 2ഉം തവണ ഈ വനിതകളെയും കൊണ്ട് അവിടം വരെ ചെല്ലുമ്പോഴത്തേക്കിന് കഴിച്ചതും കുടിച്ചതും പണ്ടത്തെ പാല് കുടിച്ചതും എല്ലാം കത്തി താഴെ പോകും. അങ്ങനെ അവർക്ക് ശ്വാസം മുട്ടി വീഴാറായപ്പോഴാണ് ശബരിമല ഒന്നും കയറിയതുകൊണ്ട് അത് അങ്ങനെ ഒരു അതിഭീകരമായ കയറ്റം ഒന്നും അല്ല ശ്രീ മുരളി. ശബരിമലയൊക്കെ കയറിപ്പോയത് 19-60 പോലീസുകാരും പിന്നെ അതിന്റെ പരിവാരങ്ങളുമായിട്ട് സ്ത്രീകളുമായിട്ട് ഒരു ഭയങ്കര സ്പീഡിൽ. ആ വിഷയത്തിലോട്ട് ഞാൻ കിടക്കുന്നില്ല, ഞാൻ ഈ വിഷയത്തിലോട്ട് പറയാം. ശരി, ഇതേ മുരളി, താങ്കളെ വ്യക്തമാണ്. ശ്രീ മോഹനാണ് ബാംഗ്ലൂരിൽ നിന്നാണ് പറയുന്നത്. ശ്രീ മോഹനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സർക്കാർ ഇപ്പോൾ നടത്തിയ ഒരു നീക്കം അവർക്ക് പ്രധാനപ്പെട്ട സമുദായ സംഘടനകളെ പ്രതിനിധികളെല്ലാം നേതാക്കളെല്ലാം അവിടെ എത്തിക്കാൻ കഴിയുമെന്നത് രാഷ്ട്രീയമായൊരു വിജയം തന്നെയാണ്. ഒപ്പം BJP എതിർക്കുമ്പോഴും യോഗി ആദിത്യനാഥ് അതിന് ആശംസ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ BJPയെ വെട്ടിലാക്കുന്ന ഒരു നീക്കമാണ് യോഗി നടത്തിയത്. അത് CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. കാരണം പറഞ്ഞോളൂ താങ്കൾ. കാരണം എന്തെന്ന് വെച്ചാല്, ഞാൻ കഴിഞ്ഞ മാസം ശബരിമലയിൽ പോയിണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ ഇങ്ങോട്ട് 9 വയസ്സ് പ്രായമുള്ള 2 കുട്ടികള്, അച്ഛൻ, ഞാന്. അപ്പൊ പമ്പയില് അവിടെ പോയപ്പോ വെള്ളം കുത്തിയൊലിച്ച് പോയി. പമ്പയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, നദിയിലേക്ക്. അവിടെ കുളിക്കാനുള്ള യാതൊരു സൗകര്യമില്ല. കാരണം ഷവർ ബാത്തിന്റെ വന്ന് അവിടെ ഷവർ ബാത്തും ഇല്ല, ഒന്നുമില്ല. ഈ പൈപ്പിന്റെ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ആയിരക്കണക്കാണ് ആൾക്കാര് തിക്കും തിരക്കിയിട്ടാണ് കുളിക്കുന്നത്. മണ്ഡലകാലത്താണോ പോയത് അതോ കഴിഞ്ഞ മാസം? അപ്പൊ അങ്ങനെ സ്ത്രീകൾ അവിടെ കുളിച്ചിട്ട് അവർക്കൊരു വസ്ത്രം മാറാനുള്ള ഒരു സൗകര്യം അവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ അത് എത്ര എന്നെ വളരെ, ഞാനും ഗുരുസ്വാമിയാണ് ഇവിടുത്തെ, ഭയങ്കര വേദനയായിരുന്നു. കാരണം അവർക്ക് കുളി കഴിഞ്ഞ വസ്ത്രം ഒന്ന് മാറണ്ടേ, അതിനുള്ള യാതൊരു സൗകര്യം അവിടെ ഇല്ല പമ്പയിൽ. അത്രയും മോശമായ അടിസ്ഥാന സൗകര്യമില്ലാത്ത ഒരു പമ്പയില് ഇങ്ങനെ ഒരു സംഗമം നടത്തിയിട്ട് യാതൊരു വിധ ഗുണവുമില്ല.
ഗവൺമെന്റിന് അവര് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഏക വഴിയാണ് ഇത്. ഒരിക്കലും ഇത് ശ്രീ വോട്ടായിട്ട് രാജുക്കുട്ടിയാണ് പോകാൻ- പുനലൂരിൽ നിന്നും. ശ്രീ രാജുക്കുട്ടി, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു അയ്യപ്പ സംഗമം രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമോ? ശ്രീ രാജുക്കുട്ടി, താങ്കൾക്ക് പറയാം. രാജുക്കുട്ടിയുടെ ടെലിഫോണിൽ ചില തടസ്സം ഉണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് ചില കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമയോടെ ആഘോഷിക്കുന്ന ഓണവും എല്ലാ മതക്കാരും സമഭാവനയോടെ കയറി ചെല്ലുന്ന തീർത്ഥാടന കേന്ദ്രവുമാണ് ശബരിമല. മലയാളിക്ക് സ്വന്തം, ഇവയെ ലോകത്തിന് മുന്നിൽ കൂടി പരിചയപ്പെടുത്തണം എന്ന് പറയുന്നത് AK കൃഷ്ണൻകുട്ടിയാണ് പറയുന്നത്. 4 കിലോ സ്വർണം എവിടെ പോയി, ആരുത്തരം പറയുമെന്ന് കാരണഭൂതൻ പറഞ്ഞെന്നൊക്കെ സുൽകുമാർ ചോദിക്കുന്നു. 4 കിലോ സ്വർണ്ണമൊന്നുമല്ല പോയത്, അതിൻ്റെ ആകെ വെയിറ്റാണത്. ചെമ്പിൻ്റെ പുറത്ത് സ്വർണം പ്ലേറ്റ് ചെയ്ത ഒരു സാധനമാണ്. അതിൻ്റെ കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. മറ്റൊന്ന്, കസേര തേക്കാൻ പോലും ആളില്ല എന്നൊക്കെ ഗ്ലാഡിയേറ്റർ പറയുന്നു. മറ്റ് ചില അഭിപ്രായ പ്രകടനങ്ങൾ കൂടി ആളുകളുടെയൊക്കെ വന്നിട്ടുണ്ട്. സംഗമത്തിൽ ടോയ്ലറ്റ് സൗകര്യമുണ്ട്, പക്ഷേ പലതിനും ഡോറില്ല. ഡോറുണ്ടെങ്കിൽ എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ശബരിമല ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ വരുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൻ്റെ ബാഹുല്യത്തിനനുസൃതമായ ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം പ്രധാനമായി വരുന്നത്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ച് ഇടുക്കിയിൽ നിന്നും പ്രദീപാണ് അടുത്ത പ്രേക്ഷകൻ. ശ്രീ പ്രദീപ്, ഈ വലിയ വിവാദങ്ങൾക്കൊക്കെ ഇടയിലാണ്, എതിർപ്പുകൾക്ക് നടുവിലാണ് ആഗോള അയ്യപ്പ സംഗമം ഇന്ന് നടന്നത്. അത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമോ? രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യില്ല. കാരണം ആ സംഭവത്തിൽ ഞാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേറെ സ്ഥലത്ത് റാന്നിക്ക് പോയതാണ്. ആ സംഭവ സ്ഥലത്ത് റാന്നി അറിയാം, പറഞ്ഞോളൂ. അതുവഴി പോയത് ഞാനൊക്കെ ഇറങ്ങി ഓടി സ്കൂൾ കയറി അഭയം പ്രാപിച്ചു. അവിടെ തല്ലി കൊല്ലണ്ടായിരുന്നല്ലേ. ആര് ഇതിനകത്ത് ആര് തല്ലി കൊല്ലേണ്ടതായിരുന്നു? എന്നെ അവിടെ ആളോടിയിട്ട് നമ്മളൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടില്ല. ഇരുവല്ലിക്ക് താങ്കളെ ആര് തല്ലി കൊല്ലാനാണ് വന്നത്? പോലീസുകാർ ലാക്കിയിട്ട് വരുമ്പോ നമുക്ക് തല്ലുപടി. ഞാൻ ആ കാര്യത്തിന് വേണ്ടി പോയതാ. ബസ് പോകില്ലാത്ത പോലെ ഇറങ്ങിപ്പോയതാ. താങ്കൾ എന്തിനു പോയിരുന്നതാണ് അവിടെ? ഞാൻ റാന്നിക്ക് പോയതാ. അപ്പൊ വണ്ടി അവിടെ ബ്ലോക്ക് ആയല്ലോ, അങ്ങനെ ഇറങ്ങിപ്പോയതാ. മാത്രമല്ല NSSന്റെ മറ്റേ സുകുമാരന്മാർ ഒരാൾ പോയില്ലേ? NSSന്റെ പ്രതിനിധിയായി സംഗീത് കുമാറാണ് പങ്കെടുത്തത്. NSSന്റെ ഒരാൾ പോയി വേറെ ആരും പോകില്ല. കാരണം അവര് പറഞ്ഞ ഒരു മനുഷ്യൻ കേൾക്കില്ല. അവിടെ ഒരു 10-60 സ്റ്റാഫ് ഉണ്ടാവും പെരുന്നേല്. അവിടുത്തെ സ്റ്റാഫ് പോലും ഓട്ടിയില്ല ഇവര് പറഞ്ഞിട്ട്. അത് കണക്ക് കൂട്ടണ്ട. അതിപ്പോ ഏത് സംഘടനയാണെങ്കിലും ശരി, അത് നമുക്ക് കണക്ക് കൂട്ടുക വേണ്ട. NSSന്റെ സുകുമാരന്മാർ പറഞ്ഞാൽ നായന്മാരാരും കേൾക്കൂ? ആരും കേൾക്കില്ല. കേൾക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ അവരുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നത് ആ സമുദായ സംഘടനയുടെ കണക്കാക്കും. വെള്ളാപ്പള്ളി അച്ഛൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ പുന്നല ശ്രീകുമാർ പറഞ്ഞാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ അധ്യക്ഷന്മാർ പറഞ്ഞാൽ ആ മതക്കാരെല്ലാം വോട്ട് ചെയ്യുന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അത് കേൾക്കൂല. അവര് പോയി കാണാതിരിക്കും. അവരിപ്പോ ആര് വന്നാലും പോയിരിക്കും. പക്ഷെ അതാരും കേൾക്കൂല. അത് പറയാം. ശരി, ഇത് വോട്ടാക്കാനൊന്നും നടക്കൂല. വോട്ടിലൊന്നും നടക്കൂല. സംഭവം നടത്തിയിട്ട് എത്ര കൂടും. ശരി. ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്തു നിന്നാണ്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ സർക്കാരിന്റെ ഈ നീക്കം, അയ്യപ്പ സംഗമം എന്ന നീക്കം, അത് രാഷ്ട്രീയമായി സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? നമസ്കാരം. പറഞ്ഞോളൂ. പരിപാവനമായ ഒരു സ്ഥലമാണ് ശബരിമല. മുസ്ലിമായൊരു ഞാനും അതിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, മാനിക്കുന്നു. ഒരു സ്ത്രീ പ്രവേശന ഇതിൽ കൂടി ഈ പിണറായി വിജയനും കൂട്ടരും കൂടി അവിടെ എല്ലാം കൂടി പ്രശ്നങ്ങളൊക്കെ കൂടി ഉണ്ടാക്കി അവിടെ അത് മലിനമാക്കി. അതൊരു വിധം എവിടെയാണ് ശബരിമല മലിനമായത്? അങ്ങനെ
താങ്കൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ എവിടെയെങ്കിലും ഒരു സ്ത്രീകൾ വന്നാൽ അവിടെ മലിനമാകും എന്നൊക്കെ എങ്ങനെയാണ് താങ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അതിന്റെ പേരിൽ ഉണ്ടാക്കിയ അതിന് ഇവർക്ക് എന്തെങ്കിലും സമാധാനം പറയാനുണ്ടോ? അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് സർക്കാരല്ലല്ലോ. അന്ന് പ്രശ്നം ഉണ്ടാക്കിയത് കുറെ ആളുകൾ വന്ന് അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ നേരിടാൻ പോലീസ് വരില്ലേ? ആ ആളുകളെന്ന് യുവതികൾ അവിടെ പ്രവേശിക്കണം എന്ന് പറയൂല്ലോ. അല്ലെ, ഒരു യുവതി പ്രവേശിച്ചാലും പ്രവേശിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു ആരാധനാലയം ആരെങ്കിലും ഒരാൾ പ്രവേശിച്ചതുകൊണ്ട് മലിനമാവില്ലല്ലോ അല്ലേ? കേട്ടില്ല. അവിടെ യുവതികളെ പ്രവേശിപ്പിക്കലായിരുന്നല്ലോ സർക്കാരിന്റെ ആവശ്യം. സർക്കാർ ഒരു കോടതി വിധി നടപ്പാക്കുക എന്നാണ് അന്ന് കോടതിയാണ് നിർദ്ദേശിച്ചത്, സുപ്രീം കോടതിയാണ് നിർദ്ദേശിച്ചത്. സുപ്രീം കോടതിയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് RSSന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ്. അവരുടെ പിന്തുണയോടുകൂടിയാണ്. നിലപാടും അങ്ങനെ തന്നെയായിരുന്നു. അവിടത്തേക്ക് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത CPMകാര് ശബരിമല സംരക്ഷിക്കാൻ പോവുക. ഇനിയിപ്പോ വേറെ എന്താണ് ശ്രീ അഹമ്മദ് ബാബ, മതത്തിൽ വിശ്വസിക്കണോ ഒരു മതത്തിന്റെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി? പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു നേതാവിനെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ പി കൃഷ്ണപിള്ള ഏത് മതത്തിൽ വിശ്വസിച്ചിട്ടാണ് അവിടെ പോയി അടി വാങ്ങിയത്? താങ്കൾക്ക് ഹിന്ദു മതത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ എങ്ങനെ താങ്കൾ ഹിന്ദുമതം സംരക്ഷിക്കുക? എന്തിനാണ് വിശ്വാസം? എനിക്ക് ഹിന്ദു മതത്തിലോ മുസ്ലിം മതത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ ഒന്നും വിശ്വാസം ഉണ്ടാവണമെന്നില്ല ആ മതം സംരക്ഷിക്കാൻ, ആ മതവിശ്വാസികളെ സംരക്ഷിക്കാൻ. കേരളത്തിൽ ഈ ഏറ്റവും വലിയ സമരങ്ങളൊക്കെ നയിച്ചതെല്ലാം വിശ്വാസികളാണോ? ഏതെങ്കിലും കോഴിക്കോടിലെ കുറുക്കനെ കാവലം നിർത്തൂല്ലോ. കുറുക്കൻ എങ്ങനെയാണ് ആവുന്നത് ശ്രീ അഹമ്മദ് ബാബ? തീർച്ചയായിട്ടും ശ്രീ അഹമ്മദ് ബാബ അങ്ങനെയില്ല. ഞാൻ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ഒന്നും ആവണമെന്നില്ല ക്രൈസ്തവ വിശ്വാസമോ മുസ്ലിം വിശ്വാസമോ സംരക്ഷിക്കാൻ. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലെയും പ്രവേശനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനുവേണ്ടിയൊക്കെ സമരം ചെയ്തവരെല്ലാം വിശ്വാസികളായിരുന്നു. ഈ വിശ്വാസികളുടെ കാര്യം ഏറ്റെടുത്തിട്ട് എനിക്ക് അതിൽ എന്താ പറയാൻ പറ്റുക? വിശ്വാസികളുടെ കാര്യം വിശ്വാസികളെ പറയാവൂ എന്നില്ല, അവിശ്വാസിക്കും പറയാം. അങ്ങനെ വേണം. വിശ്വാസിക്ക് അങ്ങനെ ഒരു അധികാരമൊന്നുമില്ല അഹമ്മദ് ബാബ. അതെന്താണ് അങ്ങനെ പറയാൻ എന്താണ് അധികാരം? എല്ലാവർക്കും ഈ രാജ്യത്ത് തുല്യ അവകാശമാണ്, എല്ലാവർക്കും പറയാം. ഒരു പള്ളിയിൽ കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മുസ്ലിം മാത്രമാണെന്ന് പറയാൻ താങ്കൾ കഴിയില്ല. അത് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മതവിശ്വാസം ഇല്ലാത്ത ആളിനും പറയാം. വിശ്വാസം ഹൃദയത്തിൽ നിന്നുള്ള വിശ്വാസവും മറ്റൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അഭിപ്രായം പറയുന്നതിന് അയാൾ വിശ്വാസി ആവണം എന്നൊന്നുമില്ല ശ്രീ അഹമ്മദ് ബാബു. അർപ്പിക്കുന്നത് അതിലെത്ര വലിയ കാര്യമൊന്നുമില്ല. ഒരു RSSകാരൻ വേറൊരു RSSകാരൻ നടത്തുന്ന ഒരു പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്നല്ലാതെ വേറെന്താ? പിണറായി വിജയൻ പക്ക RSSകാരനാണ്. RSSനുമായി ചേർന്ന് നിൽക്കുന്ന ആളാണോ പിണറായി വിജയൻ? ഏത് അർത്ഥത്തിലാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? എല്ലാ അർത്ഥത്തിലും. ഏത് അർത്ഥത്തിലാണ് അഹമ്മദ് ബാബു? താങ്കൾ പറയൂ. ഇന്ത്യൻ സംഘപരിവാറിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുകയും അവർക്കെതിരെ ഉറച്ച ശബ്ദത്തിൽ പറയുകയും ഒക്കെ ചെയ്യുന്ന പിണറായി വിജയൻ എങ്ങനെയാണ് സംഘപരിവാറുകാരനാവുന്നത്? പ്രസംഗിക്കാൻ മൈക്ക് കൊടുത്തോ? അത് അവിടുത്തെ പോലീസുകാരല്ലേ കൊടുത്തത്? ഈ പിണറായി വിജയന്റെ പോലീസുകാരല്ലേ? കേട്ടില്ല. തില്ലങ്കേരിക്ക് അവിടെ സംസാരിക്കാൻ വേണ്ടിട്ട് മൈക്ക് കൊടുത്തല്ലോ. തില്ലങ്കേരി ആരാ? തില്ലങ്കേരിക്ക് മൈക്ക് കൊടുത്തതും തില്ലങ്കേരി അവിടെ എത്തിയതും ഒന്നും കേരള പോലീസും കേരള സർക്കാരും കൊണ്ടുവന്നല്ലോ. അതന്നെ അത് തന്നെ പിണറായി വിജയൻ. പിന്നെ അവരെ അവിടെ കൊണ്ടുവന്ന് തടയാനാണെങ്കിലും ഇവര് തന്നെ കൊണ്ടുവന്നു. ശരി, ഓക്കെ. ശ്രീ അഹമ്മദ് ബാബ. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട താങ്കളൊരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ചോദിക്കുകയാണ്. നവോത്ഥാന നിലപാടുകൾ സ്വീകരിക്കുകയും അത് ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത ഒരു പാർട്ടി, ആ പാർട്ടി ഇന്നിപ്പോൾ ശബരിമലയിൽ ഒരു സംഗമം നടത്തുമ്പോൾ നവോത്ഥാനം എന്നൊരു വാക്ക് പോലും ഒരാൾ പോലും പറയുന്നില്ല. ബോധപൂർവമായി തെരഞ്ഞെടുപ്പ് കണ്ട് അല്ലെങ്കിൽ വോട്ട് ലക്ഷ്യമാക്കി തന്നെയുള്ള നീക്കമല്ല എന്ന് പറയാൻ കഴിയുമോ ഇതിനെ? നാടിന് പുരോഗതി കൊണ്ടുവരുന്നത് വോട്ട് ലക്ഷ്യമാക്കിയാണെങ്കിൽ അത് വോട്ട് ലക്ഷ്യമാക്കി തന്നെയാണ്. ഇപ്പൊ ഇതാ 5 ലക്ഷത്തോളം വീടുകളിൽ ലൈഫ് മിഷൻ പരിപാടികളിലൂടെ കൊടുത്തു. അത് വോട്ട് ലക്ഷ്യമാക്കിയാണോ? കേരളത്തിലെ കുടിയുടമവകാശ നിയമം കൊണ്ടുവന്ന് വോട്ട് ലക്ഷ്യമാക്കിയായിരുന്നു. എല്ലാം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ശബരിമലയുടെ വിഷയത്തിൽ ശബരിമലയിൽ ഈ സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു? ശബരിമലയിൽ നവോത്ഥാന നിലപാട് സ്വീകരിക്കുകയും അതിനുവേണ്ടി നവോത്ഥാനം അതിലൊക്കെ സൃഷ്ടിച്ച ഒരു സർക്കാർ, ആ സർക്കാർ തന്നെയാണ് ഇപ്പോൾ അവിടെ ശബരിമലയിൽ ഒരു വികസന സെമിനാർ നടത്തുമ്പോൾ അവിടെ ഈ നവോത്ഥാനം എന്ന വാക്ക് പോലും പറയുന്നില്ല. നവോത്ഥാനം എന്നുള്ള വാക്ക് പറയാൻ വേണ്ടിയുള്ള സംഗമം അല്ലല്ലോ നടത്തിയിരിക്കുന്നത്. അപ്പൊ അത് അല്ല, ഞങ്ങൾ ആ പക്ഷത്തല്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടി ഇതിനകത്തുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാവില്ലേ? ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളല്ലേ, ദുർവ്യാഖ്യാനമല്ലേ അതൊക്കെ. ശബരിമലയിൽ ഞാൻ പോയത് 1976, 79 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ആ 3 പ്രാവശ്യം പോയപ്പോഴും നമ്മുടെ പാട്ടുണ്ടല്ലോ, കല്ലും മുള്ളും കാലിക്കും എത്ത എന്നുള്ള സംഭവത്തിലുള്ള പാട്ടുകളൊക്കെ അതുപോലുള്ള വഴിയായിരുന്നു അത്.
അന്ന് കാടും പടലും ഒക്കെ ആയിട്ടുള്ള റോഡായിരുന്നു, വഴിയായിരുന്നു അത്. ഇപ്പൊ ശബരിമലയ്ക്ക് പോയാല് അത് കോൺക്രീറ്റ് റോഡാണ്, പേവർ ബ്ലോക്ക് ഉള്ളതാണ്, കോൺക്രീറ്റ് ചെയ്ത വഴിയുണ്ട്, നടയുണ്ട്, എല്ലാം ഉണ്ട്. അന്ന് അതൊന്നുമില്ല. കാലങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പുരോഗതി അവിടെ ഇന്ന് കല്ലും മുള്ളും ഒന്നുമില്ല. സ്വാഭാവികം ഉണ്ടായിരുന്നു. അയ്യപ്പൻ ഉണ്ടാക്കിയതാണോ അത്? സ്വാഭാവികം അങ്ങനെയല്ല. എല്ലാ കാലത്തും വിവിധ സർക്കാരുകൾ കേരളത്തിൽ എവിടെയാണ് താങ്കൾ 79 കണ്ട കേരളം? കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടോ? താങ്കൾ 79 താങ്കളുടെ വീടിന്റെ അടുത്ത് എത്ര റോഡ് ഉണ്ടായിരുന്നു? ഇന്നിപ്പോൾ അത്രയും റോഡാണ് ഉള്ളത്. താങ്കളുടെ വീടിന്റെ അടുത്ത് എത്ര കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു? അതാ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പുരോഗതി അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പുരോഗതി ഉണ്ടായതിന് ഏതെങ്കിലും ഒരാളുടെ വലിയ നേട്ടം ഒന്നുമല്ല. അത് എല്ലാ കാലത്തും ഉണ്ടാകുന്ന പുരോഗതി തന്നെയാണ്. ആരുടെയും നേട്ടമെന്ന് ഞാൻ പറഞ്ഞോ? അവിടെ നടന്നതും കോൺക്രീറ്റ് ഇട്ടു ആരുടെയും നേട്ടമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എഴുതാപ്പുറം വായിക്കരുത്. എനിക്ക് പറയാനുള്ള കേൾക്കും ആദ്യം. അവിടെ ചന്ദ്രാനന്ദൻ റോഡുണ്ട്, അറിയാമോ? ചന്ദ്രാനന്ദൻ റോഡ് അറിയാം. പി.കെ. ചന്ദ്രാനന്ദൻ ആരാണെന്നും അറിയാം. ആരായിരുന്നു? അതാ ഞാൻ പറഞ്ഞത്. പി.കെ.സി. ആരായിരുന്നു, ആലപ്പുഴ ജില്ലയിൽ എങ്ങനെയാണ് അദ്ദേഹം പാർട്ടിയെ നയിച്ചതെന്നും ഒക്കെ നന്നായി അറിയാവുന്ന ആൾ തന്നെയാണ്. അവിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ചന്ദ്രാനന്ദൻ. ചന്ദ്രാനന്ദൻ അവിടെ റോഡ് ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ചോദ്യം അതല്ല. എന്റെ ചോദ്യം അവിശ്വാസിക്ക് അവിടെ ചെയ്യരുതെന്നല്ല, അവിശ്വാസി ചെയ്യാമെല്ലാമാണ്. ഇങ്ങനെ ഒരു സർക്കാർ ഒരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നവോത്ഥാനം എന്നൊരു വാക്ക് പോലും അവിടെ പറയുന്നില്ല. അതെന്താണെന്നാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് വോട്ട് ലക്ഷ്യമിട്ടല്ലേ എന്ന് ചോദിച്ചത്. സർക്കാർ അവിടെ ചെയ്യുന്നത് ലോകമെമ്പാടും വരുന്ന ആൾക്കാരുടെ എണ്ണം ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ കൂടുന്നില്ല. കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരാ, ലോക നിലവാരത്തിലുള്ള കാര്യങ്ങൾ തന്നെ അവിടെ ചെയ്യണമെന്നുള്ള ആഗ്രഹം സർക്കാരിനുണ്ട്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിലുള്ളവർക്ക് ഉള്ള ഐഡിയയിൽ കൂടുതൽ എന്തെങ്കിലും ഐഡിയയും നിർദ്ദേശങ്ങളും കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ സ്വീകരിച്ചതിന് ശേഷം ഏതാണ്ട് 1300 കോടി രൂപയുടെ വികസനമാണ് സർക്കാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അറിയാമല്ലോ, നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതെന്തെങ്കിലും ചെയ്തു വെച്ചാൽ പോരാ, ലോക നിലവാരത്തിലുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുള്ള നിർദ്ദേശങ്ങൾ കിട്ടുക എന്നുള്ള ഉദ്ദേശം. അവിടെ നവോത്ഥാനം നടത്തുക, പെണ്ണുങ്ങൾ കയറുന്നോ എന്നല്ല അവിടുത്തെ വിഷയം. അതൊക്കെ വേറെ വിഷയങ്ങളാ. ഇപ്പൊ നോക്കൂ, ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു. അതായത് ചൈനയില് ശബരിമലയെക്കാളും വളരെ സ്റ്റീപ്പായ ഒരു കുന്ന്, വളരെ വലിയൊരു കുന്ന്, ശബരിമല അത്രയും കുന്നല്ല, അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് എസ്കലേറ്റർ വെച്ചേക്കുന്നു. എയർ കണ്ടീഷൻഡ് എസ്കലേറ്റർ. ആ കുന്നിന്റെ മുകളിലേക്ക് എയർ കണ്ടീഷൻഡ് എസ്കലേറ്റർ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര സൗകര്യമാണ് അതെന്ന്. അതുപോലെ പറഞ്ഞാൽ നമ്മുടെ പമ്പയിൽ നിന്ന് ശബരിമല വരെ ഉണ്ടെങ്കിൽ എന്ത് സൗകര്യമായിരിക്കും. പറഞ്ഞു. അതായത് ഞാൻ വേറെ ഇപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ചാനലിൽ ഒരാൾ കാണിച്ചതാണ്. ആന്ധ്രയിൽ നിന്ന് തെലങ്കാനയിൽ നിന്ന് വന്ന പിന്നെ അവിടെ പങ്കെടുക്കുന്ന ആൾക്കാർ പറഞ്ഞത് അവരുടെ ആവശ്യം അവർക്ക് യാത്രാ സൗകര്യങ്ങള്, അതായത് ഈ സീസൺ കാലത്ത്, ശബരിമല സീസൺ കാലത്ത് തെലങ്കാനയിൽ നിന്ന് കേരളത്തിലേക്ക് വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് കിട്ടാനുണ്ടാവില്ല, ബസ് സൗകര്യം കുറവ്. അതുകൊണ്ട് KSRTC തന്നെ ബസ്സുകൾ ഇടണമെന്നൊരു നിർദ്ദേശം അവർ വെച്ചിട്ടുണ്ട്. അതും ഒരു വികസനമല്ലേ? അപ്പൊ അത് പരിഹരിക്കുന്ന കാര്യം സർക്കാർ പരിഹരിക്കുമായിരിക്കും. അങ്ങനെ 100. ശ്രീ വർഗീസ് ജോസഫാണ് റാന്നിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശബരിമലയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കുന്ന ഒരാൾ എന്ന നിലയിൽ കൂടി ശബരിമലയുടെ വികസനം ലക്ഷ്യമാക്കി ഒരു സംഗമം നടത്തുന്നു. ആ സംഗമത്തിൽ കേരളത്തിലെ സമുദായ സംഘടനാ നേതാക്കളെല്ലാം അണിനിരത്തുന്നു. സ്വാഭാവികമായും ഇത് അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള വോട്ടുകൂടി ലക്ഷ്യമിട്ടുള്ള പരിപാടിയായി അതിനെ കാണാൻ കഴിയില്ലേ? കാണാൻ കഴിയും സാറേ. അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. പറഞ്ഞു. ഈ മുമ്പ് ഒരു അഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളൊരു അഭിപ്രായം നടത്തിയില്ല. വിവരമില്ലാത്ത കുറെ കാര്യങ്ങൾ സത്യത്തിൽ ഇവരെ കൊണ്ടൊന്നും സംഭാഷണം നടത്തരുതെന്നാണ് എന്റെ അഭിപ്രായം. അല്ല, യാതൊരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ സർക്കാർ വെട്ടിലായ ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് കരകയറാനായിട്ട് ഇതൊരു ഒരു പരിധി വരെ അവർക്ക് ഉപകാരമായിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞോളൂ. വോട്ട് ലക്ഷ്യമുണ്ട് ഇതിന്റെ പിന്നിൽ. അതിനെന്താ സംശയം? തീർച്ചയായും അത് സർക്കാരിന് ഒരു പൊന്തുപോലെ തന്നെയാണെന്ന് എന്റെ വിശ്വാസം. ഇന്ന് കാരണം വെള്ളാപ്പള്ളി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ സ്വാമി ഭക്തനായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ഈ LDF സർക്കാരിനോട് നല്ല വിരോധം ഉണ്ടായിരുന്നു. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നല്ല വിരോധം ഉണ്ടായിരുന്നു. പക്ഷെ ആ വിരോധം മറികടക്കാൻ ഇത് സഹായിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ വർഗീസ് ജോസഫാണ് അഭിപ്രായങ്ങൾ പറഞ്ഞത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകണമെന്നുണ്ട്. ശ്രീമതി ജയയാണ് കൊല്ലത്തു നിന്നും. ശ്രീമതി ജയ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിലെ UDF-ഉം സംഘപരിവാർ സംഘടനകളും ഒക്കെ എതിർക്കുമ്പോഴും കേരളത്തിലെ ഹിന്ദു സമുദായ സംഘടനകളൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചത്. ഈ സംഗമം ഇടതുപക്ഷത്തിന് അനുകൂലമായ വോട്ടായി മാറുമോ? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. ഇത് വോട്ടായൊന്നും മാറത്തില്ല. വോട്ട് അതവർക്ക് ഭാരയുമായിട്ട് വരും. അയ്യപ്പ സംഗമമൊക്കെ നടത്തിയത് കൊണ്ട് എന്തോ മാറ്റം വരാനാ? കിരണിന് അറിയാമോ ഈ പ്രശ്നം ഇവിടെ
പോലീസുകാരെടുത്തിട്ട് ആളുകളെ അടിക്കുമ്പോ ഞാൻ അബുദാബിയിലാണ്. ഞാൻ അന്ന് ഡ്യൂട്ടിക്ക് പോലും പോയില്ല. ആ വിഷമം കൊണ്ട് 2 കുഞ്ഞു മക്കള് കിടന്ന് കരയുന്നു, ആന്റി തിരിച്ചു പോ, ആന്റി തിരിച്ചു പോ എന്നും പറഞ്ഞു. അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ഇതുവരെ പോകത്തില്ല. കുഞ്ഞു മക്കൾ കിടന്ന് കരയുന്നേ? ആ പെണ്ണുങ്ങളെ അകത്ത് കയറ്റിയേന്. ആ 2 പെണ്ണുങ്ങളെ കൊണ്ടുവന്നില്ലേ അകത്തോട്ട് കയറ്റാനായിട്ട്. അതിൽ ഒരു കുഞ്ഞുങ്ങളെ ആ തരത്തിലല്ലല്ലോ വളർത്തേണ്ടത്. കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഒരു സ്ത്രീ എവിടെങ്കിലും ഒരു സ്ഥലത്ത് കയറുമ്പോൾ അതിനുവേണ്ടി അതിനെ വൈകാരികതയെ കാണാതെ മാറിയ കാലം അനുസരിച്ച് നിൽക്കാനൊക്കെ ഞാനെങ്കിലും പറയുന്ന പോലെ മറ്റൊരാളുടെ മക്കളെ വളർത്താൻ പറ്റും. അവരുടെ ഇഷ്ടത്തിന് വളർത്തും. അവർ വളർത്തിക്കൊണ്ട് അപ്പോൾ ആ കരച്ചിൽ കണ്ടുകൊണ്ട് നമുക്ക് അത് ശരിയാണെന്ന് നമുക്ക് കരുതാൻ കഴിയും. കരച്ചില് എന്റെ മനസ്സിനെ അലോസരപ്പെടുത്തി എന്നാണ് ഞാൻ പറഞ്ഞത്. കിരണിനെ അല്ല ഞാൻ പറഞ്ഞത്, എന്റെ മനസ്സിനെ അത് ഡ്യൂട്ടിക്ക് പോലും പോയില്ല, ഓഫീസിൽ പോവാതെ ടിവിയുടെ മുമ്പിൽ തന്നെ ഇരുന്ന ഒരു ലേഡിയാണ് ഞാൻ. ഞങ്ങൾക്ക് ഭക്തർക്ക് അത് ഭയങ്കര വിഷമമുണ്ടാക്കിയ കാര്യമാണ്. അതുകൊണ്ടൊന്നും ഇവരുടെ ആ ബുദ്ധിമുട്ടുകൾ മാറി കിട്ടത്തില്ല കിരണേ. ഇത് വോട്ടായിട്ടൊന്നും പോകാൻ പോകുന്നില്ല. ശബരിമല വികസനത്തിന് വേണ്ടി ഇങ്ങനെ ഒരു വലിയ മുന്നേറ്റം നടത്തുന്നത് ശബരിമലയിൽ സ്വാഭാവികമായി ശബരിമലയെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ അനുകൂലമായ ഒരു മനോഭാവം ഉണ്ടാകില്ലേ? അത് ശബരിമല വികസനം അല്ലല്ലോ നടക്കുന്നത്. ഇത് ഈ പാർട്ടിക്കാരുടെ വികസനമാണ് നടക്കുന്നത്. അവരെ വികസിക്കുള്ളൂ. ശബരിമല ഒന്നും വികസിക്കാൻ പോകുന്നില്ല കിരണേ. ശബരിമലയിലൊക്കെ ഒരുപാട് വികസനം ഉണ്ടായില്ലേ? ഉണ്ട്. പക്ഷെ ഈ പറയുന്ന വരുന്ന ആൾക്കാർക്ക് ടോയ്ലറ്റ് സൗകര്യം അവിടെ ഇല്ല, ഇപ്പോഴും ഇല്ല. ഞങ്ങളുടെ അയലത്തുകാരൻ ഒരാള് പോയിട്ട് വന്ന് പറഞ്ഞതാ, ടോയ്ലറ്റ് പൊട്ടി ഒലിക്കുക, ഇതൊക്കെയാണോ സൗകര്യങ്ങള്? വെള്ളവും ചവിട്ടിയാണ് 18 പടി കയറുന്നത്. ശ്രീമതി ജയാണ് സംസാരിച്ചത്. ടോയ്ലറ്റിന്റെ പരാതികൾ എപ്പോഴും പലപ്പോഴും ഉണ്ട്. പക്ഷേ ടോയ്ലറ്റ് സൗകര്യം ഇല്ല എന്നല്ല, ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആളുകളുടെ ഇത്ര എണ്ണത്തിനനുസൃതമായി ഉണ്ടോ എന്നുള്ള ചോദ്യം അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ പ്രതാപനാണ് കളമശ്ശേരിയിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ പ്രതാപൻ, ശബരിമല ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു സംഗമം നടത്തിയതുകൊണ്ട് സർക്കാരിന് അത് രാഷ്ട്രീയമായി നേട്ടമാകുമോ? സ്വാമിശരണം ഗംഭീരമായിരുന്നല്ലോ. 10 കൂട്ടം കൂട്ടാനും പിന്നെ പാലടപ്രഥമനും ഒക്കെ ആയിട്ട് വളരെ ഗംഭീരമായിരുന്നു. അന്നദാനം ബഹുകേമായി. അല്ലാതെ ഇതില് അയ്യപ്പൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് സംശയമാണ്. അവിടെ സീറ്റുകൾ തന്നെ കാര്യമായിരുന്നു. അപ്പൊ നമ്മള് ആ 3500 സീറ്റില് 650 പേര് വന്നു എന്ന് ഇപ്പൊ നമ്മുടെ വാസവൻ മന്ത്രി, ബഹുമാനപ്പെട്ട വാസവൻ മന്ത്രി പറയുന്നുണ്ട്. അതെവിടെയാണ് 3500 650 വരെ വന്നുള്ളത് താങ്കൾ പറഞ്ഞത്? നിങ്ങളുടെ ചാനലിന്റെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആകെ 3500 650 വരെ വന്നുള്ളതോ? മന്ത്രി പറയണത്, വാസവൻ മന്ത്രി പറഞ്ഞു എന്നും പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. അത് ആകെ ഉള്ള പ്രതികൾ 3500 650 വരെ വന്നുള്ളത് വാസവൻ മന്ത്രി പറഞ്ഞായിട്ട് എഴുതി കാണിക്കുന്നു. ഇപ്പൊ ചാനലിന്റെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ശരി, ഓക്കെ, പറഞ്ഞോളൂ. അത് തെറ്റാണെങ്കിൽ അത് അങ്ങോട്ട് തിരുത്തുക. ശരി. അത് മനുഷ്യനെ ഈ പൊട്ടനാക്കരുത്. ഞങ്ങളൊക്കെ ശബരിമലയില് വർഷാവർഷം പോണ ആൾക്കാരാ. താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഇത് അങ്ങനെ ഇപ്പൊ നേരത്തെ പറയണ കേട്ടു, ഒരു മാഡം വിളിച്ചപ്പോ പറയണ കേട്ടു, നിങ്ങളൊക്കെ അയ്യപ്പന്റെ കാലത്തുണ്ടായിരുന്നെങ്കിൽ മഹിഷിയെ കൊല്ലണ്ടായിരുന്നു എന്ന് പറയും, എന്നിട്ട് മാളികപ്പുറത്തമ്മേ ആക്കണ്ടെന്ന് പറയും. നിങ്ങളുടെ ചർച്ച പോണത് അങ്ങനെയാണ്. ശരി, ഞാൻ ചോദിച്ച ചോദ്യം അതൊന്നും അല്ല ശ്രീ പ്രതാപൻ. സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നു. ആ പരിപാടിയിൽ കേരളത്തിലെ ഹിന്ദു സമുദായ സംഘടനകളുടെ പ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്നു. അത് സർക്കാരിന് സ്വാഭാവികമായും രാഷ്ട്രീയ നേട്ടമാവില്ലേ എന്നുള്ള ചോദ്യമാണ്. താങ്കൾക്ക് ആവുമെന്നോ ആവില്ലെന്നോ എന്ത് മറുപടി വേണമെങ്കിലും പറയാം. അല്ല, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ ചിലപ്പോൾ അത് നടക്കും. പക്ഷെ ഈ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം സ്വാമിമാരെ സംബോധന ചെയ്യുന്നത് സ്വാമി എന്നും പറഞ്ഞാണ്. അങ്ങനെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യമാണ് നിങ്ങൾ പറയണമെങ്കിൽ ആധ്യാത്മികമായിട്ട് ഭൗതികമായിട്ട് നമ്മൾ അത്തരം വിഷയങ്ങളല്ലല്ലോ അവിടെ. ആധ്യാത്മിക വിഷയങ്ങളല്ല ചർച്ച നടത്തിയത്. അവിടെ ശബരിമലയുടെ വികസന വിഷയങ്ങളാണ് ചർച്ച നടത്തിയത്. ആ വികസന വിഷയങ്ങൾ സർക്കാർ ചർച്ച നടത്തിയത്. സ്വാഭാവികമായും ഏത് സർക്കാരുകളും ഇത്തരം പരിപാടികളൊക്കെ നടത്തുന്നത് അതാ സർക്കാരുകൾ രാഷ്ട്രീയമായി ഉപയോഗിക്കും. അതിനെ ഉപയോഗിക്കുമെന്നോ ഉപയോഗിക്കില്ലെന്നോ എന്ത് വേണമെങ്കിലും താങ്കൾക്ക് പറയാം. അതിനാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. അതെ സാറേ, ആധ്യാത്മികമായിട്ടാണ് നടത്തിയെങ്കിൽ അവിടെ ഗീതോപദേശം നടത്തിയതിനാ? അത് ആധ്യാത്മികമായിട്ടല്ല നടത്തിയത്. ഗീതയുടെ ഉപദേശം ആധ്യാത്മികമായിട്ട് മാത്രമല്ലല്ലോ. പല കാര്യങ്ങളിൽ ഗീതോപദേശങ്ങൾ പറയാൻ ഉദ്ധരിക്കാൻ പല കാര്യങ്ങൾ ഉദ്ധരിക്കില്ലേ? അങ്ങനെ മുഖ്യമന്ത്രി ഭക്തരെ സംബന്ധിച്ചുള്ള ഒരു വിഷയം ഉദ്ധരിച്ചു. അതൊരു തെറ്റാണോ? അതൊരു ശരിയായ കാര്യമല്ലേ? അല്ല, ശരിയായ കാര്യമാണ്. മുഖ്യമന്ത്രിയെ നമ്മൾ കുറ്റമല്ല പറഞ്ഞ. വിളക്ക് കത്തിച്ചു, അത് നല്ല കാര്യം. അയ്യപ്പന്റെ വിഗ്രഹം കയ്യിൽ മേടിച്ചു, അതും നല്ല കാര്യം.
അതൊന്നും ചീത്തയാണെന്നല്ല പറഞ്ഞത്. നമ്മള് യഥാർത്ഥ ഭക്തൻ എല്ലാം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണെന്നേ. ശരി, ആ, അല്ലാണ്ട് ഞങ്ങള് പിണറായി വിജയനെ കുറ്റമല്ല പറഞ്ഞത്. ഇങ്ങനെ നന്നാവണം, ഇത് അന്ന് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എത്ര മനോഹരമായിരുന്നു. ആ തത്വമസി പൊരുളോ ഇന്നാണോ മനസ്സിലായത് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ? ശരി ശ്രീ പ്രതാപൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. സ്വാഭാവികമായും അതിൽ ശബരിമല വികസനം എന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയമായ ഒരു നേട്ടം കൂടി ഏത് പാർട്ടിയായാലും കാണുന്നുണ്ട്. ഈ സർക്കാരും അങ്ങനെ കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട സമുദായ നേതാക്കളെല്ലാം അണിനിരത്തിയാണ് അവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതിനെ രാഷ്ട്രീയമായി വോട്ടാക്കി മാറ്റാൻ ഇടതുപക്ഷത്തിന് കഴിയുമോ? ഈ എല്ലാ വർഷവും ശബരിമല തീർത്ഥാടനം നടക്കാറുണ്ട്. അതിനുവേണ്ടി സർക്കാർ പ്രയത്നിക്കാറുണ്ട്. അത് വോട്ടിന് വേണ്ടിയാണോ? എല്ലാ സർക്കാരുകളും പ്രവർത്തിക്കുന്നത് അവിടുത്തെ വികസനത്തിനൊപ്പം ഏത് സർക്കാർ പ്രവർത്തിച്ചാലും അവർക്ക് രാഷ്ട്രീയവും വോട്ടും കൂടി ലക്ഷ്യമുണ്ട്. അവർക്ക് വോട്ടിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? കേട്ടില്ല. അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങളും മറ്റു വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ എണ്ണി പറയുന്നത് വോട്ട് കൂടി ലക്ഷ്യം വെച്ചാണെന്ന് സംശയമൊന്നുമില്ല. പറഞ്ഞോട്ടെ, ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ, ഞാൻ നിങ്ങളുടെ ശത്രു ഒന്നുമല്ല. നിങ്ങൾ സംസാരിക്കുന്ന രീതി തന്നെ എന്തോ എന്നെ കടിച്ചു കയറാൻ വരുന്ന രീതിക്ക് എനിക്ക് ആ രീതിക്ക് സംസാരിക്കാൻ നല്ല വൃത്തിയായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാനും. മര്യാദയ്ക്ക് സംസാരിക്കും. താങ്കൾ സംസാരിച്ചോളൂ. താങ്കളുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയണ്ടേ? താങ്കൾ ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു, ഞാൻ മിണ്ടാതിരിക്കണം. എന്റെ ഒരു സംസാരം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴേ ഞാൻ കടിച്ചു കയറാൻ വരില്ല ഒരു വർത്താനമാണ്. താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചല്ലേ ഇങ്ങോട്ട്? ആ ചോദ്യം ചോദിക്കുന്നതിന് ഞാൻ നിങ്ങളെ ഞാൻ മറുപടി പറയണ്ടേ? അതിന് വരെ നിങ്ങളെന്തോ ഞാനെന്തോ വരാൻ പാടില്ലാത്ത ഒരാൾ ഇവിടെ വന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ദീപുവിന്റെ തോന്നലാണ്. ദീപു എന്നോട് ചോദിച്ചു വോട്ടിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചു. എന്നോട് ചോദ്യം ചോദിക്കാൻ താങ്കൾ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ എഴുതില്ല. ഞാൻ ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറഞ്ഞു. താങ്കൾ അഭിപ്രായം പറഞ്ഞോളൂ. അതിനെ പറയാണ്. അതിന് കടിച്ചു കയറാനൊന്നും വരണ്ട. അതിന് അതേ പറഞ്ഞ് തിരിച്ച് മറുപടി പറയാൻ അറിയാവുന്നത് തന്നെ ഞങ്ങള് പറഞ്ഞോളൂ. പറയുകയാണ്. ഇത് വോട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ 2 മാസങ്ങൾക്ക് മുമ്പ് ചെയ്താൽ പോരെ. ഇത് ഈ വോട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ ശബരിമലയില് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ ജയിക്കാനേ പാടില്ലല്ലോ. രണ്ടാമത് പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ പാടില്ലല്ലോ. 99 സീറ്റോട് കൂടിയല്ലേ വന്നത്. അപ്പം ആ 99 സീറ്റോട് കൂടി വന്നപ്പം എന്താണ് പ്രശ്നം ഉണ്ടായത്? അപ്പം ഇപ്പോഴ് അതിന്റെ പ്രശ്നം ഉണ്ടെന്നുള്ളതാണോ? അതുകൊണ്ട് അത് മാറ്റാനാണ് ഇപ്പൊ ഇത് ചെയ്യുന്നതാണോ? 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു കാര്യമാണ്. അതിന് കോടതി തന്നെ കീറി മുറിച്ച് പരിശോധിച്ചില്ലേ? കോടതി തന്നെ നടത്താൻ പറഞ്ഞില്ലേ? അതിനകത്ത് എന്ത് വോട്ടിന്റെ ഇതാണ് വരുന്നത്? ഇനി ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പം അത് പോസിറ്റീവായും ഭവിക്കാം, നെഗറ്റീവായും ഭവിക്കാം. പലതരം ആക്രമണങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള BJPക്കാരുണ്ടാക്കാം. നേരത്തെ തന്നെ ഒരാൾ വന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ ആരാണ് ഈ ഞങ്ങൾ? അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെങ്കിൽ നെഗറ്റീവ് സംഭവിക്കാമല്ലോ. അപ്പൊ നെഗറ്റീവ് സംഭവിച്ചാൽ സർക്കാരിന് കെടുതിയല്ലേ ഉണ്ടാവുന്നത്. അപ്പോ ആ കെടുതി അപ്പൊ അങ്ങനെ ഒരു ചാൻസ് അവർ എടുത്തില്ലേ? അപ്പൊ അങ്ങനെയല്ലല്ലോ അത് കാണേണ്ടത്. നമ്മൾ അതിനെ നെഗറ്റീവായും പോസിറ്റീവായും ഒന്നും കാണുന്നില്ല. സ്വാഭാവികമായും ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയിൽ വോട്ടുകൂടി ലക്ഷ്യം ഏത് സർക്കാരുകളും ഏത് പരിപാടി നടത്തുമ്പോഴും വോട്ടുകൂടി ലക്ഷ്യമുണ്ട്. അത് അങ്ങനെ വോട്ടായി മാറുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിച്ചത്. അത് മാറുമെന്നോ മാറില്ല എന്നോ ഏത് മറുപടി വേണമെങ്കിലും താങ്കൾക്ക് പറയാം. അതല്ല ഞങ്ങൾ ഏതെങ്കിലും ഇത് നെഗറ്റീവ് ആണെന്നോ പോസിറ്റീവ് ആണെന്നോ ഒന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ശരി, അത് ഞാൻ ചോദിക്കുന്ന ആ ചോദ്യം തന്നെ എന്താണ് പറയാ, അതെങ്ങനെയാണ് ചോദ്യം ഇതാവുന്നത്? ഏത് സർക്കാരുകൾ ഏത് പരിപാടി, പ്രത്യേകിച്ച് ഇത് ഇലക്ഷൻ ഇയർ ആണ്, ഇനി ഇലക്ഷന് കഷ്ടിച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അത് വോട്ടായി മാറുമോ എന്നുള്ള ചോദ്യം സ്വാഭാവിക രാഷ്ട്രീയ ചോദ്യമല്ലേ? കിരണ കേൾക്കൂ, 75ാം വാർഷികം അടുത്ത 76ാം വാർഷികത്തിന് ആഘോഷിച്ചാൽ മതിയോ? അതൊന്നുമല്ല ദീപു, അതൊക്കെ എനിക്കും ദീപുവിനും നല്ല വ്യക്തമായി തന്നെ അറിയാം. ഏത് സർക്കാരുകൾ, അതിന് ഇടത് സർക്കാർ നടത്തിയാലും UDF സർക്കാർ നടത്തിയാലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വരുന്നതിനകത്ത് വോട്ടായി മാറുമോ എന്നുള്ളത് രാഷ്ട്രീയ ചോദ്യം തന്നെയാണ്. അല്ല, അതാണ് പറയുന്നത്. ശബരിമല യുവതീ പ്രവേശന കാലത്ത് സർക്കാർ എടുത്ത നവോത്ഥാന നിലപാടുകൾ അനുകൂലമായെന്നും എതിർപ്പായെന്നും ഒക്കെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ വന്നില്ലേ? അടുത്ത തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായില്ലേ? അതൊക്കെ ചർച്ചയാവുകയും വോട്ടായി മാറുകയും എതിരായും അനുകൂലമായിട്ടും ഒക്കെ വരാം. അതിന് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ വരാം. അത് രാഷ്ട്രീയ ചർച്ചയാണ്. അതിൽ രാഷ്ട്രീയമില്ല, അത് ദുരുപക്ഷമാണ് എന്ന് താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? വ്യാഖ്യാനത്തിനനുസരിച്ച് ഇഷ്ടമുള്ള സന്ദർഭങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു. എന്നിട്ട് ഇവിടെ വോട്ടിനാണോ എന്ന് ചോദിക്കുന്നത്. 75ാം വാർഷികം ഇനി 2 വർഷം കഴിഞ്ഞ് ആഘോഷിച്ചാൽ മതി? അത് 2 വർഷം മുമ്പ് ആഘോഷിക്കണോ? തെരഞ്ഞെടുപ്പ് വരും, അത് വോട്ടിന് വേണ്ടിയിട്ടാണെന്ന് പറയും.
എന്തൊരു വിഡിത്തമാണ് നിങ്ങൾ ദീപു, ഇതിനകത്ത് ചോദിക്കുന്നത്. ഞാനാണോ ദീപു ആണോ ഇത് പറയുന്നത് എനിക്ക് ദീപുവിന് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. ഇങ്ങനൊരു വിഷയം ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നുണ്ടെങ്കിൽ അത് വോട്ടായി മാറുമോ എന്നുള്ളത് ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. അത് മാറുമെന്ന് ചിന്തിക്കുന്നവരും മാറില്ല എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. രണ്ടുപേർക്കും അവരുടേതായ ന്യായങ്ങൾ കാണും. അത് താങ്കൾക്ക് അതിൽ മാറുമെന്നോ മാറില്ലെന്നോ ഏത് അഭിപ്രായമാണോ, അങ്ങനെ ഒരു ചോദ്യം പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതെ ഞാൻ ചോദ്യം ചോദിച്ചോളൂ. ആ ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യം ദുഷ്ടലാക്കോടുകൂടിയാണെന്നാണ് ഞങ്ങൾ താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ദുഷ്ടലാക്കാണെന്നോ നല്ല ഉദ്ദേശമാണെന്നോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന ചർച്ചയിൽ ഓരോരുത്തരുടെ അഭിപ്രായത്തിനോട് പ്രതികരണങ്ങൾ പോലെ താങ്കളും കേട്ടോണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അത് എന്റെ വിഷയമല്ല. പ്രതികരണം കുറെ കേട്ടതാ ഇവിടെ. പിന്നെ വിശ്വാസികൾ പിന്നെ നമ്മുടെ AKGയും കൃഷ്ണപിള്ളയും ഒക്കെ പിന്നെ വിശ്വാസികളായിട്ടാണോ ഈ പറയുന്ന ഗുരുവായൂരില്? അങ്ങനെ അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തുടക്കം പോലെ താങ്കൾ കേട്ടെങ്കിൽ താങ്കൾ ഇപ്പോൾ അങ്ങനെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ഇവിടെ പറയുന്നവരൊക്കെ കേട്ടല്ലോ എന്ന് പറയണം. പറയുന്നവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ ദുഷ്ടല 75 വാർഷികം ആഘോഷിക്കുന്ന പോരാ, 75 വാർഷികം 77 മതി. തെരഞ്ഞെടുപ്പ് വരുന്നു. നിങ്ങളോട് മോശമായി സംസാരിക്കണമെന്നില്ല. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയും. നിങ്ങളുടെ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് പറയുകയാണ്. ഇങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഇത് വോട്ടായി മാറുമെന്നുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഇത്രയും സംസാരത്തിന്റെ ഇടയിൽ 1 മിനിറ്റ് എനിക്ക് തേച്ച് സംസാരിക്കാനുള്ള സമയം അതൊക്കെ കിട്ടി. ദീപുവിന് ആവശ്യം പോലെ സംസാരിക്കുന്നത്. കാരണം ഞാൻ പറയുന്നത് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ ശബരിമല അയ്യപ്പ സംഗമം പ്രധാനപ്പെട്ട സമുദായ സംഘടനാ നേതാക്കളെല്ലാം അണിനിരത്തിക്കൊണ്ട് CPM നടത്തുമ്പോൾ അത് CPMന് രാഷ്ട്രീയമായി നേട്ടമാകുമോ ഇടതുപക്ഷത്തിന്? നമസ്കാരം കിരൺ. നമസ്കാരം. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിത് നോക്കി കാണേണ്ടത് തീർച്ചയായിട്ടും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം നടത്തുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമാണ്. ഞാൻ എന്റെ ആംഗിളിലാട്ടോ പറയുന്നത്. പറഞ്ഞോളൂ. എന്റെ ആംഗിളിലാണ് പറയുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ലാഭത്തിനു വേണ്ടി മാത്രം നടത്തുന്ന ഒരു പരിപാടി, ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ. ഇതിനു മുന്നേ നമ്മൾ കണ്ടതാണ് ഒരുപാട്. ഇപ്പം വിശ്വാസി എന്നുള്ള കുറെ കോട്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഞാൻ ചോദിക്കട്ടെ, എന്ന് മുതലാണ് ഈ പറഞ്ഞ നമ്മുടെ ഗവൺമെന്റിന് വിശ്വാസം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ചിന്താഗതി വന്നത്? ഈ സർക്കാരുകൾ എല്ലാ കാലത്തും വിശ്വാസികൾ ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നന്നായി തന്നെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഈ ഇടത് സർക്കാർ മാത്രമല്ല, ഇതിനു മുമ്പ് വന്ന ഇടത് സർക്കാരുകളും ഒക്കെ ശബരിമല വികസനത്തിലൊക്കെ വളരെ നന്നായി പ്രവർത്തിച്ചിട്ടുള്ള സർക്കാരുകളാണ്. അത് എന്നാണ് എന്ന് ചോദിക്കേണ്ട അങ്ങനെ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. അപ്പം ഇതിനു മുന്നുണ്ടായ സംഭവങ്ങളൊക്കെ കിരൺ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? നമ്മുടെ കനകദുർഗേനെയും ബിന്ദു അമ്മണിനെയും നമ്മുടെ റേണ ഫാത്തിമേനെയൊക്കെ പോലീസിന്റെ ചട്ടക്കൂട് കൊണ്ടുപോയി വെച്ചിട്ട് കയറ്റിയിട്ട് ശബരിമല കൊണ്ടുപോയി കയറ്റി വിടുന്ന സമയത്ത് നമ്മുടെ ശ്രീജിത്ത് അവിടെ നിന്നിട്ട് ആ പാവപ്പെട്ട ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആളുടെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നത് ലൈവായിട്ട് കണ്ട ആളുകളാണ് നമ്മള് അല്ലെ? അപ്പൊ എവിടെ പോയി ഇവരുടെ ഈ പറഞ്ഞ വിശ്വാസങ്ങളും ആചാര സംരക്ഷണവും? ശ്രീ വൈശാഖ്, സുപ്രീം കോടതി അന്നൊരു നിലപാട് സ്വീകരിച്ചു. അവിടെ സ്ത്രീകൾക്ക് കയറാം. അത് പാലിക്കാൻ വേണ്ടി ഒരു സർക്കാർ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ വിശ്വാസികൾക്ക് എതിരാവുന്നത്? നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് സുപ്രീം കോടതി ഈ തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. പക്ഷെ അതിനൊരു കോട്ടുണ്ടായിരുന്നത് എന്താ? അതത് സർക്കാർ, സംസ്ഥാന സർക്കാരിന് അതിൽ അന്തിമമായി തീരുമാനമെടുക്കാം. അങ്ങനെ ഒരു കോട്ട് സുപ്രീം കോടതിയിൽ ഇല്ലായിരുന്നു ശ്രീ വൈശാഖ്. സുപ്രീം കോടതി വിധിയുടെ പകർപ്പ് താങ്കൾക്ക് ഇപ്പോൾ തന്നെ ഓൺലൈനിൽ ലഭ്യമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ വീണ്ടും ചർച്ചയായതൊക്കെയാണ്. അത് ഭയങ്കരമായിട്ട് ഒന്നുകൂടി നോക്കും എന്തായാലും. പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഇന്ന് ഭയങ്കരമായിട്ട് നമ്മുടെ ഭഗവത്ഗീതയെല്ലാം നമ്മുടെ മുഖ്യമന്ത്രി കാര്യമായിട്ട് ചൊല്ലുന്നത് കണ്ടു. ഇവർക്ക് എപ്പോഴാണ് ഈ ഭഗവത്ഗീതകളെ കുറിച്ചിട്ടും നമ്മുടെ താങ്കൾ എന്താണ് ശ്രീ വൈശാഖ് വിചാരിച്ചിരിക്കുന്നത്? ഭഗവത്ഗീതയെ കുറിച്ചും ഖുറാനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചും ഒന്നും അറിയാത്ത ആളുകളാണോ ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ? അവർക്കൊക്കെ ഈ കപടമായ വിശ്വാസം പറയുന്നവരെക്കാൾ ആധികാരികമായി ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും അതിന്റെ അർത്ഥം അറിയുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതിലെ ശരിതെറ്റുകളെ കുറിച്ചും വിമർശന ബുദ്ധിയോടുകൂടിയും ഒക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അവരാരും അത്ര മോശക്കാരായ മനുഷ്യരല്ല. ഈ വിമർശന ബുദ്ധി ശരിതെറ്റുകൾ അയ്യപ്പസ്വാമി മറ്റേ നമ്മുടെ അവിടെ ഇരിക്കുന്ന സാക്ഷാൽ ശ്രീ അയ്യപ്പസ്വാമി ബ്രഹ്മചാരി ആണോ എന്ന് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം, അത് ഞങ്ങൾക്ക് കുറച്ച് സംശയം ഉണ്ടെന്ന് പറഞ്ഞത് ഇതേ മന്ത്രിസഭയിൽപ്പെട്ട ആളുകളല്ലേ? താങ്കൾ കേട്ടതല്ലേ? താങ്കളുടെ ചാനൽ ഉൾപ്പെടെ അത് ന്യൂസ് ആക്കിയതല്ലേ? ഹിന്ദു സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത്, അവിടെ പോയി കുളിച്ച് ഈ പറഞ്ഞ ഈർന്നെടുത്ത് അമ്പലത്തിൽ പോകുന്നത് അവിടുത്തെ പൂജാരിക്ക് കണ്ട് ആസ്വദിക്കാനാണെന്ന് പറഞ്ഞ ഒരു മന്ത്രിയുള്ള ഇപ്പം ശ്രീ വൈശാഖ്, താങ്കള് ഈ പല സ്ഥലങ്ങളിൽ നടത്തിയെടുത്ത ചില സാധനങ്ങൾ
അതെടുത്ത് പറഞ്ഞുകൊണ്ട് അതിനെ ചോദ്യം ചോദിക്കാൻ യാതൊരു അർത്ഥവുമില്ല. അത്തരം കേരളത്തിൽ ഞാൻ താങ്കൾ ശ്രീ വൈശ കേൾക്കൂ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായാലും കോൺഗ്രസിന്റെ നേതാക്കളായാലും എല്ലാം കേരളത്തിലെ അവരൊക്കെ ആഴത്തിൽ എല്ലാ മതത്തെക്കുറിച്ചും പഠിക്കുന്നവരും ആ മതത്തിന്റെ ശരിതെറ്റുകളെ കുറിച്ച് ബോധ്യമുള്ളവരും അതിനെ വിമർശനത്തോടു കൂടിയും അതിനെ അംഗീകരിച്ചുകൊണ്ടും ഒക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അല്ലാതെ പിണറായി വിജയൻ ഭഗവത്ഗീത വായിച്ചത് ഒരു അത്ഭുതമൊന്നും വേണ്ട. പിണറായി വിജയൻ ഇന്ന് ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല ഭഗവത്ഗീത വായിക്കുന്നത്. ഭഗവത്ഗീതയെ വായിക്കാനും അതിന്റെ കാര്യങ്ങൾ നല്ലതിനെ സ്വീകരിക്കാനും തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിമർശനമുണ്ടെങ്കിൽ അത് ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു തന്നെ ആയിരിക്കും ഈ രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ നടത്തുന്നത്. അല്ല, അത് ആരുടെയെങ്കിലും ഒരു പുസ്തകമൊന്നുമല്ലേ ഭഗവത്ഗീത എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും വായിക്കാവുന്ന പുസ്തകമാണ്. ഒരു മതത്തിന്റെയും ഒരു പുസ്തകവും ആരുടെയും പുസ്തകമല്ല. സഹോദര, ഇതിനോടെല്ലാം പുച്ഛമുള്ള ആളുകൾ സമയം ഏറെ വൈകുന്നതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ശ്രീ വൈശാഖ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാത്രം, വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മാത്രം നടത്തിയ ഒരു പരിപാടിയാണ് എന്നും അങ്ങനെയല്ല, ഇത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി മാത്രം നടത്തിയ പരിപാടിയാണെന്നും ഇതൊന്നും കൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞവരും ഇത് പോസിറ്റീവായി കാണണം, ഇത്തരം ഒരു നീക്കത്തെ പോസിറ്റീവായി കാണണം എന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ട്. വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളും സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും അത്തരമൊരു ചർച്ച ഇനി വരും ദിവസങ്ങളും കേരളീയ സമൂഹത്തിൽ ഉണ്ടാവും എന്നുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയമായി നേരം ഈ പൊതുവേദി അവസാനിക്കുന്നു.